നേരം ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 നമ്മൾ പ്രവേശിക്കുകയാണ്. 2024 അന്ത്യഘട്ടം എന്ന് പറഞ്ഞാൽ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. വിത്തിൻ നോ ടൈം നമ്മൾ 2025 പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് കഴിഞ്ഞ വർഷം ചെയ്തിരുന്നത് പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നത് പോലെ നേരം ഓൺലൈൻ ഇത്തവണയും ഈ വരാൻ പോകുന്ന വർഷത്തെക്കുറിച്ചുള്ള ചില പ്രവചനങ്ങൾ, ചില പ്രഡിക്ഷൻസ് അവതരിപ്പിക്കുകയാണ്. പ്രഡിക്ഷൻസ് എന്ന് പറയാൻ പറ്റത്തില്ല, 2025 പ്രത്യേകതകൾ. എന്ന് പറയുന്നത് ഹൗ 2025 വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ദി അതർ ഇയേഴ്സ്. അതാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2016 തൊട്ട് കഴിഞ്ഞ 9 വർഷം നമ്മൾ ജീവിച്ചു. ഒരുപാട് അനുഭവങ്ങളുണ്ടായി. വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ, അതായത് എർത്ത് ക്വേക്സ്, അതേപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സ്, ഗംഭീരമായ വെള്ളപ്പൊക്കങ്ങൾ, അതേപോലെ തന്നെ ആഭ്യന്തര കലഹങ്ങൾ, യുദ്ധങ്ങൾ, അനവധി മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെടൽ, ഇങ്ങനെ എന്തെല്ലാം വളരെ മോശപ്പെട്ട കർമ്മങ്ങൾക്കോ അല്ലെങ്കിൽ അനുഭവങ്ങൾക്കോ ഒക്കെ തന്നെ നമ്മൾ സാക്ഷ്യം വഹിച്ചു. അപ്പോൾ അതിൽ നിന്ന് എങ്ങനെയാണ് ഈ 2025 വിഭിന്നമാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2025 കാര്യത്തിൽ കഴിഞ്ഞ വർഷങ്ങളെക്കാളുമൊക്കെ വ്യത്യസ്തമായ ഒരു വർഷമാണ് ഈ 2025 എന്ന് ഇപ്പോൾ വരാൻ പോകുന്ന വർഷം. അതായത് വളരെ ചലനാത്മകതയുള്ളതാണ്. കുറച്ചുകൂടെ സ്പീഡിലായിരിക്കും കാര്യങ്ങൾ നടക്കുക. ഇതേവരെ കാര്യങ്ങൾ ഇഴഞ്ഞു വലിഞ്ഞ് നടക്കുന്നുവെങ്കിൽ 2025 മുതൽ കുറച്ചുകൂടി വളരെ വേഗതയിൽ, ത്വരിതഗതിയിലായിരിക്കും കാര്യങ്ങളൊക്കെ തന്നെ സംഭവിക്കാൻ പോവുക എന്നർത്ഥം. കാരണം ദേശീയ ബന്ധങ്ങൾ, അന്തർദേശീയ ബന്ധങ്ങൾ, അതായത് നമ്മൾ യുവർ റിലേഷൻഷിപ്സ് വിത്ത് ദി നെയ്ബറിങ് കൺട്രീസ് ആൻഡ് ഓൾസോ വിത്ത് ദി അതർ ഫോറിൻ കൺട്രീസ്, അത് ദർ വിൽ ബി എ മാർക്കറ്റ് change, basic change, spectacular change in the international relationships. അതായത് റിസൾട്ടിങ് ഇൻ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളോ അല്ലെങ്കിൽ ഫലങ്ങളോ ഉളവാക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. കാരണം അത് അന്തർദേശീയ ബന്ധങ്ങളെ ആസ്പദമാക്കിയിട്ട് വാണിജ്യം, വ്യവസായം, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കരാറുകൾ, ഇപ്പോൾ ഡിഫൻസ് പ്രിപ്പയർഡ്നെസ്, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ രംഗത്ത് എത്രമാത്രം ആ രാജ്യം സജ്ജമാണ് എന്നുള്ളത് അവിടുത്തെ ആഭ്യന്തര പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻറ്റേർണൽ പ്രൊഡക്ഷനും, അതേപോലെ വെളിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്ന വെപ്പൺറി, അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ആസ്പദമാക്കിയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ രാജ്യങ്ങൾക്കിടയിലുള്ള ബന്ധവും ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ രാജ്യസുരക്ഷയ്ക്കും, അതേപോലെ തന്നെ മൊത്തം ലോകത്തിൻ്റെ സമാധാനത്തിനുമൊക്കെ തന്നെ വഴിതെളിക്കുന്ന രീതിയിൽ, അതിവ്യാപകമായ രീതിയിൽ, വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാനെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ 2025 ഉണ്ടാകും എന്നുള്ളതാണ് പറയാൻ കഴിയുക. ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ജിയോ പൊളിറ്റിക്സ് തന്നെ തകിടം മറിയും. ഒരുപക്ഷെ ഒരു വലിയൊരു സമർസോൾട്ട് അല്ലെങ്കിൽ ഒരു തലകുത്തി മറിയൽ എന്ന് പറഞ്ഞാൽ അത് കൂടിപ്പോകുമോ എന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് മാറ്റങ്ങൾ, അതായത് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കാതലായിട്ടുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ ശത്രുത ഉണ്ടായിരുന്ന രാജ്യങ്ങളുമായിട്ട് മൈത്രിയും, അതേപോലെ തന്നെ അതേവരെ മൈത്രി ഉണ്ടായിരുന്ന ചില രാജ്യങ്ങളുമായിട്ട് അല്പം അകൽച്ചയും ഒക്കെ തന്നെ വരാൻ സാധ്യതയുള്ളൊരു വർഷമാണ് 2025 എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ടുകൂടായ്മയോ തിണ്ടിക്കൂടായ്മയോ ഒക്കെ മാറ്റിവെച്ച് അതേവരെ പരസ്പരം സഹകരിക്കാതിരുന്ന ചില രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ അത്ര തന്നെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ നോക്കി കാണാത്ത ചില രാജ്യങ്ങളൊക്കെ തന്നെ നമ്മളുമായിട്ട് മൈത്രി ഇച്ഛിച്ച് അല്ലെങ്കിൽ മൈത്രി ആഗ്രഹിച്ച് നമ്മളുടെ അടുത്ത് വന്നുകൂടായുകയില്ല. അതായത് ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് ആ രാജ്യങ്ങൾ ഉണ്ടാവും. അല്ലെങ്കിൽ ദേ ആർ പ്രിപ്പയർഡ് ഫോർ സോ മെനി വാട്ട് യു കോൾ, ഈ വിട്ടുവീഴ്ചകളെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് അവർ കൺസെഷൻസും, അതേപോലെ തന്നെ ചില തരത്തിലുള്ള അവർ നമ്മുടെ ചെയ്തികൾ അവർ ക്ഷമിക്കുകയും, അല്ലെങ്കിൽ നമ്മൾക്കിടയിലുണ്ടായിരുന്ന വലിയ റിഫ്റ്റ് അഥവാ വിടവുകൾ, അല്ലെങ്കിൽ പരസ്പരം ഉണ്ടായിരുന്ന സ്നേഹക്കുറവ്, അല്ലെങ്കിൽ ചെറിയ വിള്ളലുകൾ, ഇതൊക്കെ തന്നെ തൽക്കാലത്തേക്കെങ്കിലും ക്ഷമിച്ച് പൂർവാധികം ശക്തിയോടുകൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു മൈത്രി ബന്ധം നമ്മളുമായിട്ടുണ്ടാകണം എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മളുമായിട്ട് നന്നായിട്ട് സഹകരിച്ചേക്കാം എന്നുള്ളതാണ് പറയുന്നത്. അതേപോലെ വളരെ വലിയ മാറ്റങ്ങൾ ഇസ്രായേൽ, ജോർദാൻ, അതേപോലെ തന്നെ ലെബനൻ, സിറിയ, ഇറാൻ, അതുപോലെ പലസ്തീൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലൊക്കെ തന്നെ വലിയ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ, വിഘടനവാദങ്ങൾ, അല്ലെങ്കിൽ വലിയ പരസ്പരമുള്ള സംഘർഷങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കാം. അതായത് നെക്സ്റ്റ് 2 years വിൽ ബി ഫുൾ ഓഫ്
സ്ട്രഗിൾസ് ആൻഡ് വാട്ട് യു കോൾ എക്സൈറ്റ്മെൻറ്റ്, ഓർ മേ ബി വലിയ വലിയ പിന്നെ ആഭ്യന്തര കലഹങ്ങൾ, ഇൻറ്റേർണൽ സ്ട്രൈഫ്, ഡിസെൻഷൻ, ഡിസ്യൂണിറ്റി, ഓൾ സോർട്സ് ഓഫ് സച്ച് തിങ്സ് വിൽ ബി ദെയർ പ്ലൻറ്റി, ഒരുപാട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് പൊതുവെ അസ്വസ്ഥതയുടെ നാളുകളാണ് വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിശയോക്തിയല്ലെന്നർത്ഥം. പിന്നെ അതേപോലെ തന്നെ ആ ഭീകരപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാർച്ച്, ഏപ്രിൽ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നവംബർ മാസങ്ങളിൽ 2025 അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വളരെ മൂർച്ഛിക്കും, വളരെ ഇൻറ്റൻസിഫൈഡ് ആവും. ആൻഡ് ദേ വിൽ അറ്റൈൻ ഗ്രാവിറ്റി, മോർ ആൻഡ് മോർ ഗ്രാവിറ്റി ആൻഡ് മൊമെൻറ്റം. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുമെങ്കിൽ പോലും എന്തുകൊണ്ടോ ഒരു ഈശ്വരേച്ഛ എന്നുള്ള രീതിയിൽ അത്യന്തം വിനാശകരമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾക്ക് പരസ്പരം മുതിരുമെങ്കിൽ പോലും എന്തുകൊണ്ടോ അധികം നാശനഷ്ടങ്ങൾക്ക് കാരണമായിട്ടുള്ള രീതിയിൽ വലിയ വലിയ യുദ്ധങ്ങളോ ഒരു വലിയ മഹായുദ്ധമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. പകുതി വഴി വെച്ച് ഇത്തരം സംഘർഷങ്ങൾ കെട്ടടങ്ങാനുള്ളൊരു സാധ്യത കൂടെ ഇതിനകത്ത് കാണുന്നുണ്ട്. അതായത് ഒരു സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ to your utter horror and excitement, you will find that so many problems are likely to be there during the entire course of 2025. But at the same time, on the other side, there will also be attempts by greater powers to settle all these issues in a very amicable fashion. അപ്പോൾ അങ്ങനെയുള്ള ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ പരസ്പരം ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ തന്നെ ചിലപ്പോൾ വന്നേക്കാം. ചില രാജ്യങ്ങളുടെ പുറത്ത് സാങ്ഷനൊക്കെ പ്രഖ്യാപിച്ച് ലോകശക്തികൾ അവരെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയേക്കാന്നർത്ഥം. ഇനിയിപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് 2025 ചോദിച്ചു കഴിഞ്ഞാൽ ലോകം അംഗീകരിക്കുന്ന ഒരു മഹാശക്തിയായിട്ട് മാറും. അങ്ങനത്തെ ഒരു ഖ്യാതി എന്നുള്ളതിലുപരിയായിട്ടൊരു രക്ഷകൻ്റെ പരിവേഷം, ദ റോൾ ഓഫ് എ മെസ്സയ്യ, സേവിയർ എന്നുള്ള രീതിയിലുള്ള ഒരു പരിവേഷം പിന്നെ ഭാരതത്തിന് കൈവരും എന്നുള്ളത് 101% ഉണ്ടാവും. അതായത് ഈ നമ്മുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ നേതാവ് അദ്ദേഹം ലോകത്തിൻ്റെ 3/4 പിന്നെ ലോകത്തിൻ്റെ ഏതാണ്ട് 3/4 വരുന്ന വികസ്വര രാജ്യങ്ങൾക്കായിട്ട് നിലകൊള്ളുന്ന ശക്തനും അചഞ്ചലനുമായിട്ടുള്ള ഒരു ലോക നേതാവായി മാറും എന്നുള്ളതിന് തർക്കമില്ല, നിസ്തർക്കമാണ്. അതായത് ഹീ വിൽ ബി അപ്രൂവ്ഡ് ഓർ ഹീ വിൽ ബി ഹെയിൽഡ് ആസ് എ സേവിയർ ആക്ച്വലി ഓഫ് ഓൾ ദി ഡെവലപ്പിംഗ് കൺട്രീസ്. അത്രമാത്രം ഒരു അംഗീകാരവും അക്സെപ്റ്റൻസ് അഥവാ അംഗീകാരവും സ്വീകാര്യതയൊക്കെ അദ്ദേഹം പിടിച്ച് പറ്റും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. പിന്നെ കേരളത്തിൻ്റെ കാര്യത്തിൽ കേരളത്തിലെ വിഘടനവാദവും വർഗീയ കലാപങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉള്ള ഗ്വാഗ്വാവിളികളും അതേപോലെ വഴക്കും അതേപോലെ തന്നെ തർക്കവും കൊണ്ട് മുഖരിതമാകാനാണ് സാധ്യത. 2025 എന്നുള്ളത് വളരെ ഒരു അൺസെറ്റിൽഡ് ആയിട്ടുള്ള താരതമ്യേന വളരെ പിന്നെ പ്രക്ഷുബ്ധമായിട്ടുള്ളൊരു അന്തരീക്ഷമായിരിക്കും കേരളത്തിൽ എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് 2026 തിരഞ്ഞെടുപ്പ് വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് മാത്രമോ ആകണമെന്നില്ല. ഇവിടെയുള്ള വേറെ ഒരുപാട് തരത്തിലുള്ള ഛിദ്രശക്തികൾ, പിന്നെ വിഘടനവാദം അങ്ങനെയുള്ള കക്ഷികളൊക്കെ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കക്ഷികളൊക്കെ തലപൊക്കി പുറത്തേക്ക് വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിൽ നോട്ട് ടോളറേറ്റ് സച്ച് തിങ്സ്. അത് വളരെ മുളയിലെ നുള്ളിക്കളയാനുള്ള ശ്രമങ്ങളുണ്ടാവും. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട് അഥവാ ഒരു പിന്തുണ കൂടി ഉണ്ടാകും എന്ന് വിശ്വസിക്കാം. അപ്പോൾ അതേപോലെ തന്നെ US സർക്കാരും അതേപോലെ റഷ്യൻ സർക്കാരും ജപ്പാൻ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടെയൊക്കെയുള്ള സർക്കാരുകൾ ഒരു ഭാരതാനുകൂല നിലപാടായിരിക്കും സ്വീകരിക്കുക. അറബ് രാജ്യങ്ങളുടെ പിന്തുണയും ഒരുപാട് ഭാരതത്തിനുണ്ടാകും എന്ന് വേണം കാണാൻ. ചില അയൽ രാജ്യങ്ങളിൽ രക്തരൂക്ഷിതമായ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെട്ടേക്കാം, നേതൃമാറ്റവും വന്നേക്കാം. ഒരുപക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ലീഡർഷിപ്പ് ചേഞ്ചസ് ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വരും. അപ്പോൾ അത് സാമ്പത്തികമായിട്ടും വ്യാവസായികമായിട്ടും ഭാരതത്തിൽ അസൂയാവഹമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും. എങ്കിലും ഇത്തരത്തിലുള്ള സമീപസ്ഥ രാജ്യങ്ങളിലുണ്ടാകുന്ന വിഘടന പ്രസ്ഥാനങ്ങളുടെയും അതേപോലെ തന്നെ സംഘടിതമായിട്ടുള്ള മറ്റ് ആക്രമണങ്ങൾ, അതേപോലെ തന്നെ ആഭ്യന്തര കലാപങ്ങൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഭാരതത്തിൽ അതിൻ്റേതായ ഒരു പ്രസ്ഫുരണം, അതിൻ്റേതായിട്ടുള്ള ചില മറ്റൊലികൾ ഉണ്ടായിക്കൂടായികയില്ല എന്ന് വേണം പറയാൻ. പിന്നെ വൈദ്യശാസ്ത്ര രംഗത്തും ഫിസിയോളജി രംഗത്തുമൊക്കെ വളരെ പ്രധാനപ്പെട്ട 2-3 കണ്ടെത്തലുകൾ ഉണ്ടാകുന്നതാണ്. അത് ഭാരതത്തിലെ ചില ശാസ്ത്രജ്ഞന്മാരുടെ വകയായിരിക്കും എന്നുള്ളതാണ്. ഫിസിയോളജി, മെഡിസിൻ ആ ഭാഗത്ത്, അതേപോലെ വൈറോളജി പോലെയുള്ള സൂക്ഷ്മജീവികളുടെ
പിന്നെ പഠനത്തിൽ ഇതിനൊക്കെ വളരെ വലിയ ചില കണ്ടെത്തലുകൾ ഇന്ത്യൻ വംശജരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച ചില ശാസ്ത്രജ്ഞന്മാർ വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പിന്നെ ഉണ്ടാവും. അത് വളരെ വലിയ പിന്നെ ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ സൃഷ്ടിക്കാൻ പര്യാപ്തമായ ചില കണ്ടുപിടുത്തങ്ങൾ നടത്താം. അതേപോലെ കേരളത്തിനകത്തും ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ രംഗത്ത് ചില പുതിയ ചങ്ങാത്തങ്ങൾ, ചില പുതിയ ഫ്രണ്ട്ഷിപ്സൊക്കെ ഉണ്ടാവും. കാരണം ഇന്നലെ വരെ ശത്രുക്കളായിരുന്നവരെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയും പരസ്പര ആലിംഗനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണേണ്ടി വരും എന്നർത്ഥം. പിന്നെ വലിയൊരു കലാകാരൻ്റെയോ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ്റെയോ തലമുതിർന്നൊരു പൊതുപ്രവർത്തകൻ്റെയോ ഒക്കെ തന്നെ ദേഹവിയോഗം 2025 ഉണ്ടായേക്കാം എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങളെയൊക്കെ തന്നെ പിന്നെ മാറ്റിമറിച്ചുകൊണ്ട് നമ്മളെ ക്ലൈമറ്റോളജിസ്റ്റുകളുടെ പ്രിഡിക്ഷൻസ് ഒക്കെ തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് അകാലവൃഷ്ടി, മണ്ണിടിച്ചിൽ, മഹാദുരന്തങ്ങൾ, പ്രളയ സദൃശമായിട്ടുള്ള വെള്ളപ്പാച്ചിലും ഒക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ എർത്ത് വിൽ ബി വെരി മച്ച് ഡിസ്റ്റർബ്ഡ്. അത് എർത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതുകൊണ്ടാണ് എർത്തിൽ നിന്ന് ഡിസ്റ്റർബൻസ് നമുക്കുണ്ടാകുന്നത്. നമ്മളിപ്പോൾ ഈ കംപ്ലീറ്റ് ചവറ്, ഏറ്റവും മോശപ്പെട്ട വസ്തുക്കളും പ്ലാസ്റ്റിക്കുകളും നോൺ ഡീഗ്രേഡബിൾ ആയിട്ടുള്ള എല്ലാ മാലിന്യങ്ങളും അടിച്ച് നമ്മൾ കൂട്ടി അതിനെ പുഴയിൽ ഒഴുക്കുന്നു. കഴിഞ്ഞ 2018 വെള്ളപ്പൊക്കത്തിനകത്ത് നമ്മൾ എന്തെല്ലാം പുഴയിലേക്ക് നിക്ഷേപിച്ചോ ആ നിക്ഷേപിച്ച എല്ലാ മലിന വസ്തുക്കളും പുഴ തിരിച്ചു കൊണ്ടുവന്ന്, ചാലിയാർ പുഴയാണെന്ന് എനിക്ക് തോന്നുന്നത്, അത് തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ തന്നെ ഭൂമിയിൽ കൂറ്റൻ മലകൾ പോലെ നിക്ഷേപിക്കുകയുണ്ടായി. അപ്പോൾ എന്ത് നമ്മൾ ചെയ്താലും വാട്ട് എവർ യു ഡു ടുവേർഡ്സ് നേച്ചർ ഇറ്റ് വിൽ സ്ട്രൈക്ക് ബാക്ക് വിത്ത് റീഡബിൾഡ് ഓർ റിന്യൂഡ് ഫെറോസിറ്റി. എന്നിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളെ കഷ്ടപ്പെടുത്തും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. അപ്പോൾ അതേപോലെ ഒരുപാട് തരത്തിലുള്ള ഈ മെറ്റീരിയോളജിസ്റ്റുകളെ അതിശയിപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് പിന്നെ ഭൂകമ്പങ്ങൾ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചലനങ്ങൾ, ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വർഷത്തിൻ്റെ മധ്യത്തിൽ ഈ ട്രെയിൻ, വിമാന, ഭൂചലന ദുരന്തങ്ങൾക്കൊക്കെ സാധ്യത കൂടുതലാണെന്ന് പറയും. അതേപോലെ ഈ കൃത്രിമ ഇൻ്റലിജൻസ് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാര്യത്തിൽ ലോകോത്തരമായ ചില സംഭാവനകൾ ഇന്ത്യക്കാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ നിന്നുണ്ടാകാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട് 2025. അതേപോലെ തന്നെ 2025 വലിയ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അഴിമതി അല്ലെങ്കിൽ കുംഭകോണം മറനീക്കി പുറത്തു വരും എന്നാണ്. അത് ഭാരതത്തിൻ്റെ ഉള്ളിലാകാം, കേരളത്തിൻ്റെ ഉള്ളിലാകാം, അല്ലെങ്കിൽ ലോകത്തിലെവിടെയെങ്കിലും ശ്രദ്ധേയമായിട്ടുള്ള സ്ഥലത്താകാം. ചില രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കത്തക്ക ഗുരുതരമായിട്ടുള്ള കോഴ ആരോപണങ്ങളും ഒക്കെ പൊന്തി വരാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കീപ്പിംഗ് അസൈഡ് ഓൾ ദീസ് തിങ്സ്, ഇതിനോടൊപ്പം തന്നെ ഏതാണ്ട് ഇതിന് പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് തന്നെ ഭാരതത്തിലെ ആധ്യാത്മിക രംഗങ്ങളിലൊക്കെ തന്നെ പൊതുവെ ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ടെന്നാണ് പ്രൊഡിക്ഷൻസ് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു ഗുരു ഈ വിവിധ പിന്നെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ആളുകളെ ഒരുമിപ്പിക്കുക, ജാതിമത മത്സരങ്ങൾക്ക് അതീതമായിട്ട് ജാതിമത പരിഗണനകൾക്കും ഭേദചിന്തകൾക്കും പിന്നെ ഉപരി എല്ലാവരെയും കൂടെ ഒരുമിപ്പിക്കാനോ ഈ പ്രകൃതിയുടെ തന്നെ ചില പിന്നെ പരിരക്ഷ കൊടുക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് ആളുകളെ സംഘടിപ്പിക്കാനോ ഉള്ള വൻപിച്ച വലിയൊരു ഹ്യൂജ് ഒരു കൊളോസൽ മൂവ്മെൻറ്റ് ടു പ്രൊട്ടക്റ്റ് നേച്ചർ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഈ വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്നുകൂടായികയില്ല. അതായത് വരുന്ന 9 വർഷങ്ങളിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ഇപ്പോൾ 2015 തൊട്ട് 2025 തൊട്ട് 2034 വരെയുള്ള ഈ 9 വർഷങ്ങളിലുണ്ടാകുന്ന ദേശീയ അന്തർദേശീയ നയങ്ങളിലും അതേപോലെ തന്നെ സമീപനങ്ങളിലുമൊക്കെ തന്നെ ചിന്തകളിലുമൊക്കെ തന്നെ മാറ്റങ്ങളുടെ തുടക്കമാണ് 2025 നമുക്ക് കാണാൻ സാധിക്കുക. അതായത് ഒരു പ്രത്യേക പീരിയഡിൻ്റെ ഒരു പ്രത്യേക കാലഘട്ടത്തിൻ്റെ അവസാനവും ഒരു പുതിയ കാലഘട്ടത്തിൻ്റെ തുടക്കവും എന്ന് നമുക്ക് 2025 വിശേഷിപ്പിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ 2025 പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തത്. ഇതല്ലാതെ നമ്മുടെ വ്യക്തികളെ സ്പർശിക്കുന്ന, അതായത് 1 മുതൽ 31 വരെ വിവിധ തീയതികളിൽ ജനിച്ച വ്യക്തികളുടെ ഈ 2025 ഫലം, അതായത് 1, 10, പിന്നെ 19, 28, അതേപോലെ 2, 11, 20, 29, അതേപോലെ 3, പിന്നെ 12, 21, 30, 4, 13, 22, 31, അങ്ങനെ 5, 14, 23, 6, പിന്നെ 15,
24 ഇങ്ങനെ ഓരോ പിന്നെ നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫലങ്ങൾ. അത് പിന്നെ 9, 18, 27 അങ്ങനെ 1 മുതൽ 9 വരെ 9 എപ്പിസോഡ്സിലായിട്ട് എല്ലാവരുടെയും പിന്നെ വാർഷിക ഫലങ്ങൾ പറഞ്ഞു തുടങ്ങും. എല്ലാവരെയും അത് കേൾക്കാനും അത് കാണാനുമായിട്ട് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും 2025 നിങ്ങളുടെ സർവ്വ താല്പര്യങ്ങളും സർവ്വകാമനകളും സർവ്വ ആഗ്രഹങ്ങളും സർവ്വ ഇംഗിതങ്ങളും അഭിലാഷങ്ങളും ഒക്കെ തന്നെ പൂർത്തീകരിക്കത്തക്ക രീതിയിൽ ശുഭമായിരിക്കട്ടെ. 1, 10, 19, 28 തീയതികളിൽ ജനിച്ചവർ ഏത് മാസത്തെ ആണെങ്കിലും ശരി, അവരുടെ 2025 വർഷം എങ്ങനെയിരിക്കും എന്ന് നോക്കാം. ഈ വർഷം നിങ്ങൾക്കെല്ലാവർക്കും വിജയത്തിൻ്റെ വർഷമാണ്. ദിസ് ഈസ് എൻ ഇയർ ഓഫ് സക്സസ് എന്ന് പറഞ്ഞാൽ കൂടിപ്പോവില്ല. കാരണം നിങ്ങളുടെ എല്ലാ താല്പര്യങ്ങളും ചിതറിപ്പോകാതെ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ സാമ്പത്തികമായിട്ടും ജോലി കാര്യങ്ങളിലുമൊക്കെ വൻ നേട്ടമുണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് യു നീഡ് ടു ഫോക്കസ് യുവർ എൻറ്റയർ അറ്റൻഷൻ അപ്പോൺ യുവർ ഡിസയേഴ്സ്. ചിതറിപ്പോകരുത്. അതിനെ ശ്രദ്ധ അതിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് നന്നായിട്ട് ജോലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് താല്പര്യമുണ്ടോ അത് കിട്ടിയിരിക്കും എന്ന് കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ചില ആളുകളെക്കുറിച്ച് അതിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് ചിത്രരചന, ആർട്ടിസ്റ്റുകൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ, കലാപരമായ ശ്രമങ്ങൾ അഥവാ ഉദ്യമങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ, ഇതിലൊക്കെയുള്ള ആൾക്കാർക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സ്ഥാനവും പദവിയും പുരസ്കാരങ്ങളുമൊക്കെ തന്നെ കിട്ടും എന്നർത്ഥം. വലിയ വലിയ അവാർഡുകളൊക്കെ കിട്ടിയേക്കും. സാഹിത്യ അവാർഡുകൾ, ചിത്രകാരന്മാർക്കുള്ള അവാർഡുകൾ, സംഘാടകർക്കുള്ള പ്രത്യേക പുരസ്കാരങ്ങൾ എല്ലാം കിട്ടും. അതുപോലെ കഥകൾ, കവിതകൾ, നോവലുകൾ, പ്രസംഗങ്ങൾ എന്നിവയിലൂടെ നിങ്ങളുടെ ഏറ്റവും മികച്ച ആശയങ്ങൾ വിപണനം ചെയ്യാൻ പറ്റുന്നൊരു വർഷമാണ് 2025. അതായത് വെറുതെ ഇരിക്കാതെ, വീട്ടിനകത്ത് കുനിക്കൂടിയിരിക്കാതെ നിങ്ങളുടെ ആശയങ്ങൾ നിങ്ങളുടെ പുസ്തക രൂപത്തിലോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് വഴിയോ ഒക്കെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ യു വിൽ ബിക്കം ഫേമസ്, യു വിൽ ബിക്കം റിച്ച് ആൻഡ് യു വിൽ ബിക്കം വെരി വെരി എഫ്ലുവൻറ്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ. അത് ചെയ്യണം എന്നർത്ഥം. അല്ലാതെ വെറുതെ ഇരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ 2025 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ, അതും ഈ മാസങ്ങളിൽ 1, 2, 3, 9, 10, 11, 12, 19, 20, 21 തീയതികൾ വളരെ നന്നായിരിക്കുന്നതാണ്. ആ തീയതികളിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ചില തീയതികൾ മോശമാണെന്ന് പറയുന്നുണ്ട്. 4, 6, 8, 13, 15, 17 തീയതികൾ അത്ര മെച്ചമായിരിക്കാൻ ഇടയില്ല എന്നാണ്. ആ ദിവസങ്ങളിലൊക്കെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയമുണ്ടാകും. അതേപോലെ നമുക്ക് അപവാദങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ എന്താണോ ഉദ്ദേശിച്ചിറങ്ങിയത് അത് നടക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ശാരീരികമായിട്ടുള്ള പരിക്കുകൾ, മാനസികമായിട്ടുള്ള ക്ഷതം ഇതൊക്കെ തന്നെ സംഭവിച്ചു കൂടായികയില്ലെന്നർത്ഥം. പിന്നെ അതേപോലെ നല്ല ദിക്കുകൾ പറയുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറ് വടക്ക് കിഴക്ക് ദിക്കുകളിൽ നിന്നൊക്കെ തന്നെ ശുഭവാർത്തകളൊക്കെ കിട്ടും, നല്ല വാർത്തകളൊക്കെ കിട്ടും. അതിന് കല്യാണം കഴിയാത്തവർക്ക് കല്യാണ ആലോചനകൾ, അതേപോലെ സൗഹൃദം കുറഞ്ഞ വ്യക്തികൾക്ക് ആ ഭാഗങ്ങളിൽ നിന്നുള്ള സൗഹൃദം ഒക്കെ പ്രതീക്ഷിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചില മോശമായ കാര്യങ്ങളും പറഞ്ഞു പോകാതിരിക്കാൻ നിർവാഹമില്ല. കാരണം എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ വാഹനാപകടം ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ആക്സിഡൻറ്റ്സ്, അതേപോലെ തന്നെ പിന്നെ ഒരു സ്ത്രീ മുഖാന്തരം അപവാദ ഭയം ഇവ ഉണ്ടാകും. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളുമായിട്ട് സഹവസിക്കുകയോ അല്ലെങ്കിൽ സഹവർത്തിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം. യു നീഡ് ടു ബി വെരി വെരി കെയർഫുൾ വെൻ യു ഇൻട്രാക്ട് വിത്ത് വിമൻ. അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ തീയതികളിൽ ജനിച്ചവർ, ഈ ഞാൻ മോശമാണെന്ന് പറഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ അവർക്ക് ഇത്തരത്തിലുള്ള അപവാദ സാധ്യതകൾ അനവധി ഉണ്ടാകും എന്നർത്ഥം. ഇതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ശരീരത്തിന് നല്ല സുഖമുണ്ടാകും, ഒരു ഉണർവുണ്ടാകും. ബാങ്കിലെ വായ്പകൾ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കിട്ടും. കച്ചവടത്തിൽ കൂടുതൽ കാശ് വരും. കച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് വെഞ്ചേഴ്സ് വിൽ ബി മോർ സക്സസ്ഫുൾ, വിൽ ബി മോർ ഇക്കണോമിക്കൽ. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം അതിൽ പറയുന്നുണ്ട്. അതായത് കച്ചവട രംഗത്ത് നല്ല ബലം ഉണ്ടാകും അല്ലെങ്കിൽ നല്ല പുരോഗതി ഉണ്ടാകുമെങ്കിലും കൂടുതൽ കിട്ടുന്ന കാശ്
ചില അപ്രിയ കാര്യങ്ങൾക്ക് വിനിയോഗിക്കേണ്ടി വരും എന്നാണ്. ഒന്നുകിൽ ആരെങ്കിലും ഇത് അടിച്ചു മാറ്റാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കടം മേടിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ കൊണ്ടുപോയി അത് റീഇൻവെസ്റ്റ് ചെയ്ത് ആകെ ചളമാകാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെ അതേപോലെ സർക്കാരിലേക്ക് നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ താമസം ഉണ്ടാകും, കാലവിളംബം ഉണ്ടാകും എന്നർത്ഥം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലൈസൻസിനോ ഒരു ടാക്സിനോ ഒക്കെ തന്നെ നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക പെർമിറ്റിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ദാൻ വാട്ട് ഈസ് ആക്ച്വലി റിക്വയർഡ്. അതായത് ഒരുപാട് നാളെടുക്കുന്ന അർത്ഥം. അതായത് 2 മാസത്തിന് പകരം 4 മാസം എടുക്കും എന്നർത്ഥം. പിന്നെ ഒരുപാട് യാത്രകൾ ഇവിടെ ഇതിനകത്ത് കാണുന്നുണ്ട്. ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, ന്യൂസിലൻഡ്, UK, ബാൾക്കൻ രാജ്യങ്ങൾ, ഇവിടങ്ങളിലൊക്കെ തന്നെ ന്യൂസിലൻഡ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, തജിക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ സ്ഥിരമായോ താൽക്കാലികമായോ പോയേക്കും എന്നർത്ഥം. ചിലർ ഈ തജിക്കിസ്ഥാനിലും ഖസാക്കിസ്ഥാനിലും ഒക്കെ പോയി അവിടെ സ്ഥിരമായിട്ട് താമസിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവിടെ നിന്ന് തന്നെയുള്ള പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് അവിടെ തന്നെ സ്ഥിരമായി താമസിക്കാനുള്ള സാധ്യതകളൊക്കെ തള്ളിക്കളയാവുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കുറേ ആളുകളുടെ പേര് ഇതിൽ പറയുന്നുണ്ട്. ഈ മാസം ഈ തീയതികളിൽ ജനിച്ചവർ ഈ പേരുള്ള ആളുകളെ കണ്ട് പരിചയപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകിൽ വല്ല പ്രണയമോ വലിയ അടുപ്പമോ വലിയ മൈത്രിയോ സൗഹൃദമോ ഒക്കെ തന്നെ ഉണ്ടായിക്കൂടായികയില്ല. ചിലപ്പോൾ ഈ വ്യക്തികൾ നിങ്ങൾക്ക് പാര വച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം ചിരിച്ച് പുറകിൽ വലിയൊരു കുഴി കുഴിച്ചാലും അത്ഭുതപ്പെടാനില്ല. മധു, വിപിൻ, പ്രിയങ്ക, അഫ്സൽ, നജീബ്, മാളു, ബെനഡിക്റ്റ്, ആൻ്റണി, അതേപോലെ ആൻസി എന്നിങ്ങനെ ചില പേരുകളാണ് ന്യൂമറോളജി അനുസരിച്ച് 2025 വർഷത്തിൽ കണ്ടെത്താനായിട്ടുള്ള സാധ്യത. അവരിൽ ചിലർ, സം ഓഫ് ദം മൈറ്റ് ടേൺ ഔട്ട് ടു ബി യുവർ വെരി വെരി ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സം പീപ്പിൾ വിൽ ബി വർക്കിംഗ് അഗൻസ്റ്റ് യു എന്നർത്ഥം. പിന്നെ ഈ വർഷം ഡിസംബറിലും ജനുവരിയിലും ഫെബ്രുവരിയിലും ഒക്കെ തന്നെ മാനസികമായ പിരിമുറുക്കവും തളർച്ചയും ഒക്കെ തന്നെ തോന്നിയാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ശിവനെയും സൂര്യനെയും ദുർഗാദേവിയെയും ധ്യാനിക്കുന്നതും, ഞാനിവിടെ ഒരു യന്ത്രം കൊടുക്കുന്നുണ്ട്, അതിപ്പോൾ അതിന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ യന്ത്രം, ഞാൻ കൊടുത്തിട്ടുള്ള ഈ യന്ത്രം, ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന യന്ത്രം, അത് പിന്നെ വലത് കൈയിലെ മോതിര വിരലിൽ ഇടുന്നത് വളരെ വളരെ വിശേഷമാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഞായറാഴ്ചകളിൽ സൂര്യന് പൊങ്കാല ഇട്ടാലും വളരെ വിശേഷമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ശ്വാസകോശ രോഗങ്ങൾ, ലങ് പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഉദര രോഗങ്ങൾ അഥവാ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട് പോലെയുള്ള ഒരു ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നൊക്കെ പറയും, IBS പോലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ ത്വഗ് രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾ, ഹെർണിയ, ഹെർപ്പിസ്, പ്രോസ്റ്റേറ്റ് ശസ്ത്രക്രിയ എന്നിവയ്ക്കൊക്കെയുള്ള സാധ്യത പിന്നെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ കാണിച്ചു തരുന്ന യന്ത്രം നിങ്ങൾ വരച്ച് നിങ്ങളുടെ പിന്നെ വലത് കൈയിലെ മോതിര വിരൽ ധരിക്കുന്നത് ഒരു പ്രൊട്ടക്റ്റീവാണെന്ന് പറയും. ഇത്തരത്തിലുള്ള സാധ്യതകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ടുള്ള ശേഷി, രോഗശമന ശേഷിയോ രോഗത്തിൻ്റെ തീവ്രത നിയന്ത്രിക്കാനുള്ള ശേഷിയൊക്കെ അതിനുണ്ട് എന്നാണ് അനുഭവസ്ഥർ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് പഴയ പ്രാചീന ഭാരതീയ സമ്പ്രദായത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു സംഖ്യായന്ത്രമാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് ധരിക്കാം, താല്പര്യമില്ലെങ്കിൽ ധരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അത് വെറും താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ അത് പഠിക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി മാത്രമാണ് അത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ആദിത്യ ഹൃദയം എന്ന് പറഞ്ഞൊരു മന്ത്രമുണ്ട്, അത് ജപിച്ചു കഴിഞ്ഞാൽ വളരെ വിശേഷമാണ്. ആദിത്യ ഹൃദയം ജപിച്ചു കഴിഞ്ഞാൽ വളരെ നന്മയാണ് ഈ പറഞ്ഞ പിന്നെ ജന്മനാളുകൾ അല്ല ഈ ജന്മതീയതികളുള്ള ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വർഷം 2025 എന്ന് പറയുന്നത് രോഗങ്ങളൊക്കെ പരമാവധി കുറച്ച് ആരോഗ്യവും സ്വാസ്ഥ്യവും ഒക്കെ പരമാവധി വർദ്ധിപ്പിച്ച് താരതമ്യേന സന്തോഷപൂർണമായൊരു വർഷമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. രണ്ട് 11, 20, 29 തീയതികളിൽ ജനിച്ചവർക്ക് എന്താണ് പ്രതീക്ഷിക്കാവുന്നത് 2025? അതാണ് നമ്മളിവിടെ പ്രതിപാദ്യ വിഷയമായിട്ട് വരിക. വളരെ പിന്നെ എന്താ പറയുന്നത്, വളരെ ശ്രദ്ധേയമായൊരു വർഷമാണ്. ദിസ് വിൽ ബി എ നോട്ടബിൾ ഇയർ. മറ്റുള്ളവരുടെ ശ്രദ്ധ നമ്മളിൽ പതിക്കുന്ന വർഷം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ കൂടുതൽ ശരിയായി. അത് ഇങ്ങനെ ആണെങ്കിൽ പോലും മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന, അസ്ഥിരത ഉളവാക്കുന്ന ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. നമ്മുടെ കുഴപ്പം കൊണ്ടാവാൻ സാധ്യതയില്ല. ഒരുപക്ഷെ സമൂഹത്തിൽ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൽപക്കത്തിൽ ഒക്കെ തന്നെ ഉണ്ടാകുന്ന ബന്ധുഗ്രഹങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില പ്രത്യേക തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തെയും മാറ്റിമറിച്ചേക്കാം, അല്ലെങ്കിൽ അസ്വസ്ഥത നമ്മളിൽ സൃഷ്ടിച്ചേക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
തികച്ചും അപ്രതീക്ഷിതവും പെട്ടെന്നുമുള്ള മാറ്റങ്ങളായിരിക്കും എന്നർത്ഥം. സോ ദ ചേഞ്ചസ് വിൽ ബി സഡൻ എന്നാണ്. അൺഎക്സ്പെക്റ്റഡ്, ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് ചേഞ്ചസ് വിൽ ടേക്ക് പ്ലേസ് ഇൻ യുവർ ലൈഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അധികവും അങ്ങനെ തന്നെ ആയിരിക്കും. ചിലത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും എന്നർത്ഥം. രോഗപീഠകൾ, വിവാഹ ജീവിതത്തിലുള്ള ചില അസ്വസ്ഥതകൾ, പൊട്ടിത്തെറികൾ, ഒരു പുരുഷനെ കൊണ്ടോ ഒരു സ്ത്രീയെ കൊണ്ടോ ഉണ്ടാകുന്ന സംശയങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ട് ഈ തീയതികളിൽ ജനിച്ചവർക്ക് ഈ വർഷം എന്നർത്ഥം. അതായത് ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഇതിനൊക്കെ തന്നെ കാരണം സൃഷ്ടിക്കുക. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നർത്ഥം. വെൻ യു ഡീൽ വിത്ത് ദി അതർ പീപ്പിൾ ഇൻ യുവർ പേഴ്സണൽ ഡീലിങ്സ് യു നീഡ് ടു ബി മോർ കോഷ്യസ് ആൻഡ് വെരി പ്രൂഡൻറ്റ് എന്നർത്ഥം. പിന്നെ എന്തായാലും 2025 പൂർണ്ണമായിട്ടും നെഗറ്റീവായിരിക്കും എന്ന് കരുതി നിങ്ങൾ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഈ രണ്ടുകാർ 3-4 ഭാഗ്യാനുഭവങ്ങളും ഈ വർഷം ഉണ്ടാകുന്നതായി കാണുന്നു. കൊച്ചു ഭാഗ്യാനുഭവമല്ല, വലിയ, ഇറ്റ് വിൽ ബി എ ബ്ലഡി ബിഗ് ഫോർച്യുനേറ്റ് ഈവൻറ്റ് വിച്ച് ഈസ് ഗോയിങ് ടു കം ഇൻ ടു യുവർ ലൈഫ്. അപ്പോൾ നമ്മളെ വളരെ സന്തുഷ്ടരാക്കുന്ന നമ്മുടെ പല പ്രശ്നങ്ങളും, പൂർവ്വകാല പ്രശ്നങ്ങൾക്കും പരിഹാരമായി പരിണമിച്ചേക്കാവുന്ന 3-4 നല്ല ഭാഗ്യാനുഭവങ്ങളും ഈ വർഷം ഉണ്ടായി കാണും എന്നർത്ഥം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് വീട് വയ്ക്കാൻ പറ്റാത്തവർക്ക് അവരുടെ വീട് ചിലപ്പോൾ ഈ വർഷം തീരും. വർഷങ്ങളായിട്ട് വിൽക്കാൻ പറ്റാത്ത ചില പ്രോപ്പർട്ടീസ് ഈ വർഷം വിൽക്കും. അതേപോലെ ഒരുപാട് കൊല്ലമായിട്ട് കല്യാണം പ്രതീക്ഷിച്ചിരിക്കുന്ന പലർക്കും, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കല്യാണം നടക്കും. ഒരുപാട് കാലമായിട്ട് കുട്ടികളില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് ഈ വർഷം സന്തതി ജനിക്കും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, ഒരുപാട് നല്ല ഫലങ്ങളാണെന്നർത്ഥം. പിന്നെ ചിലർക്ക് ഊഹക്കച്ചവടങ്ങൾ, ചിട്ടികൾ, ലോട്ടറികൾ, ഭാഗ്യക്കുറികൾ എന്നിവയിലൊക്കെ തന്നെ വിജയിക്കാൻ പറ്റും. ചിലപ്പോൾ വല്ല കോടിപതിയൊക്കെ ആകും. ലോട്ടറി വഴി ഒരു കോടീശ്വരനായിട്ട് മാറിയാൽ അത്ഭുതപ്പെടാനില്ല എന്നർത്ഥം. എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഇത് കോടീശ്വരന്മാരാകുന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഇതിനകത്ത് ചിലർക്ക് കോടീശ്വരന്മാരാകാനായിട്ടുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്ന ഒരു വർഷമാണ് എന്ന് പറയാനാണ് ഞാനിത് ഇവിടെ ഇപ്പോൾ അവതരിപ്പിച്ചത്. അതായത് അതേവരെയുള്ള കഷ്ടപ്പാടുകൾ ആകെ മാറും. ലോട്ടറി കിട്ടിയ 2 കാര്യങ്ങൾ സംഭവിക്കും. ഒന്നുകിൽ നിങ്ങളുടെ ജീവിതം കട്ടപ്പുകയാവും, അല്ലെങ്കിൽ നിങ്ങൾ വളരെ മെച്ചപ്പെടും എന്നർത്ഥം. കാരണം എന്ന് പറഞ്ഞാൽ അതേവരെ കാണാത്തവരും കേൾക്കാത്തവരും ശത്രുക്കൾ വരെയും വേണമെങ്കിൽ സഹായം പ്രതീക്ഷിച്ച്, സഹായം അഭ്യർത്ഥിച്ച് വരും. അവർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ അവരുടെ ശാപം, അവരുടേതായ കൂടോത്രമൊക്കെ തന്നെ നമ്മൾ പതിക്കും എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ പ്രശ്നങ്ങളും ഉണ്ടാകാം. മുന്നറിയിപ്പൊന്നും കൂടാതെ നിലപാടുകൾ മാറ്റുന്നത് കൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ആശ്ചര്യപ്പെടും എന്നർത്ഥം. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. മുന്നറിയിപ്പൊന്നും ഇല്ലാതെ നിലപാട് മാറ്റും എന്നർത്ഥം. വിത്തൗട്ട് എനി അഡ്വാൻസ് ഇൻഫർമേഷൻ ഓർ എനി വാർണിംഗ് യു വിൽ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ്. നിങ്ങളുടെ സമീപനം മാറ്റും, നിങ്ങളുടെ സ്വഭാവത്തിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. ഈ വർഷം എല്ലാ മാസങ്ങളിലെയും 4, 5, 6, 8, 10, 13, 14, 15, 17, 20, 23 തീയതികൾ വളരെ നന്നായിരിക്കും ഈ വരുന്ന 12 മാസങ്ങളിലെയും. പക്ഷേ 1, 2, 9, 10, 11, 18, 19, 18, 20, 27 തീയതികളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നല്ല കാര്യങ്ങൾ നടക്കണം എന്നില്ല എന്ന് മാത്രമല്ല, ചില മോശപ്പെട്ട കാര്യങ്ങളും നടന്നേക്കാം. പിന്നെ നമുക്ക് വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾ തെക്ക് കിഴക്ക് നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും ദിശകളിൽ നിന്നായിരിക്കും. നല്ല വാർത്തകൾ, പ്രൊമോഷനെക്കുറിച്ചുള്ള വാർത്ത, ജോലി കിട്ടുന്നതായിട്ടുള്ള വാർത്ത, കല്യാണം ഉറപ്പിക്കുന്നതായിട്ടുള്ള വാർത്ത, അതേപോലെ ജോലിക്കുള്ള ഓഫറുകൾ, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനം അംഗീകരിച്ചുകൊണ്ടുള്ള അവാർഡുകൾ, ഇൻ്റർവ്യൂവിനുള്ള കത്തുകൾ, ഇതെല്ലാം ഈ പറഞ്ഞ ദിക്കുകളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്നർത്ഥം. പിന്നെ ഒരു പ്രണയം പൂവണിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ദീർഘകാല പ്രണയം സക്സസ്ഫുള്ളാകും. പിന്നെ മക്കൾ ഉള്ളവരാണെങ്കിൽ പിള്ളേരെ കൊണ്ട് അവർക്ക് ഒരുപാട് പ്രശസ്തി കിട്ടും. ചില പിള്ളേരെ കൊണ്ട് നമുക്ക് പ്രശസ്തി കിട്ടും, ചില പിള്ളേരെ കൊണ്ട് നമുക്ക് തല്ല് കിട്ടും, ചില പിള്ളേരെ കൊണ്ട് നമുക്ക് അപഖ്യാതി ഉണ്ടാവും. പലതരത്തിലുള്ള സാധ്യതകളാണ് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഈ നമ്പറുകളിൽ ജനിച്ചവർക്ക് ഈ വർഷം അവരുടെ പിള്ളേരെ കൊണ്ട് പ്രശസ്തി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ കൃഷിഭൂമി വിൽപ്പന ഉണ്ടാവും, കൃഷി തുടങ്ങി വയ്ക്കും, എസ്റ്റേറ്റ് വാങ്ങും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതേപോലെ വാഹന വിൽപ്പനയിൽ നിന്ന് കാശ് കിട്ടും എന്നർത്ഥം. ട്രഡീഷണലായിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു ആർക്കൈക് വാല്യൂ ഉള്ള, ആർക്കിയോളജിക്കൽ വാല്യൂ ഒക്കെ ഉള്ള സാധനങ്ങളുണ്ടെങ്കിൽ അതൊക്കെ വിറ്റ് കാശ് കുറേ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സന്താനങ്ങൾക്ക് കല്യാണം ഉണ്ടാവും, അവർക്ക് ജോലി കിട്ടും, സന്തതി ഉണ്ടാവും,
ഇതിനൊക്കെ സാധ്യതയുണ്ട്. ചിലർക്ക് ഇരട്ട കുട്ടികൾ പിറക്കും. അത് ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ 2, 11, 20, 29 തീയതികളിൽ ജനിച്ചവർക്ക് മാത്രമുള്ള പ്രത്യേകത. അതായത് അവർക്ക് ഈ വർഷം ഉണ്ടാകുന്ന കുട്ടികളെ ഇരട്ടയായിരിക്കാൻ സാധ്യതയുണ്ട്. ട്വിൻസ് വിൽ ബി ബോൺ ഇൻ ടു യുവർ ഫാമിലി എന്നാണ്. എല്ലാവരുടെയും ഇരട്ടകളായിരിക്കണം എന്നില്ല, ഇരട്ടയ്ക്കുള്ള സാധ്യത വളരെ ഉണ്ട്, പ്രത്യേകിച്ച് മെയ് ജൂൺ മാസങ്ങളിൽ. അതേപോലെ കണ്ണ്, കഴുത്ത്, ചെവി, ഇടത്ത് കാല്, ഇടുപ്പ്, കരൾ, വൃക്കകൾ എന്നിവയ്ക്ക് രോഗസാധ്യതയുണ്ട് എന്നർത്ഥം. പിന്നെ സർപ്പാരാധന, ഗണപതി പൂജ, അതേപോലെ തന്നെ ഭൈരവോപാസന, യക്ഷിണി സേവ എന്നിവ ഗുണത്തെ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഇതൊന്നും പറ്റണമെന്നില്ല, പറ്റുന്നവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാവുന്നതാണെന്നർത്ഥം. പൊതുവേ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും ഈശ്വര സേവ നല്ലതാണ്. പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ വളരെ വളരെ വിശേഷമാണ് എന്നർത്ഥം. ഞാനിതിനകത്തൊരു സംഖ്യായന്ത്രം കൊടുത്തിട്ടുണ്ട്. അത് മോതിരമായിട്ടോ പതക്കം അഥവാ പെൻഡൻ്റായിട്ടോ ധരിച്ചാൽ അത് വളരെ നല്ലതാണ്. അഷ്ടനാഗങ്ങളെ നാഗപഞ്ചമി ദിനത്തിൽ സ്മരിക്കുകയും ചെയ്യുക എന്നാണ്. പിന്നെ ചില ആളുകളെ നിങ്ങൾ ഈ വർഷം കണ്ടുമുട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വ്യക്തികളെ നിങ്ങൾ കണ്ടുമുട്ടുകയോ അവരുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവുകയോ ചെയ്യും എന്നർത്ഥം. സന്ധ്യ, അഖില, സിനി, മിട്ടു, സന്ദീപ്, ബെൻസി, അതേപോലെ വിജീഷ്, രാജീവ് മേനോൻ എന്നിങ്ങനെ ചില വ്യക്തികൾ ഈ വർഷം നിങ്ങൾ കണ്ടുമുട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ അവർ സ്വാധീനിക്കും എന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ച് അറിയുക. ചിലപ്പോൾ സം ഓഫ് ദം വിൽ ബി പോസിറ്റീവ് ആൻഡ് സം ഓഫ് ദം വിൽ ബി നെഗറ്റീവ് എന്നുള്ളത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതായത് പൊതുവേ ഈ വർഷം ഈ 2, 11, 20, 29 തീയതികളിൽ ജനിച്ചവർക്ക് വളരെ പ്രൊഡക്റ്റീവാണ്. പ്രൊഡക്റ്റീവ് ഇൻ ദ സെൻസ് അവരുടെ മനസ്സിനകത്തുള്ള പല പല ആശയങ്ങളും അത് പ്രസ്ഫുരിപ്പിക്കാൻ, അത് എക്സ്പ്രസ് ചെയ്യാൻ പുസ്തകങ്ങൾ എഴുതും, അതേപോലെ ബ്ലോഗുകൾ ചമയ്ക്കും, അതേപോലെ ആഡ് ഫിലിംസ് ഉണ്ടാക്കും, ചിലപ്പോൾ സിനിമ പിടിക്കും, സിനിമയിൽ അഭിനയിക്കും, അതേപോലെ നാടകത്തിൽ അഭിനയിക്കും. ഇങ്ങനെയുള്ള പല പല ക്രിയേറ്റീവായിട്ടുള്ള വെഞ്ചേഴ്സും ഈ നമ്പറുകൾ ഈ വർഷം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ 2 ബുക്കുകൾ പ്രസിദ്ധീകരിക്കുന്നതായിട്ടും ഇതിനകത്ത് കാണുന്നുണ്ട്. പൊതുവേ ഒരു ഇൻ്റലക്ച്വലി അല്ലെങ്കിൽ ബൗദ്ധികമായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രയോജനക്ഷമതയുള്ള അല്ലെങ്കിൽ ഉൽപ്പാദനക്ഷമതയുള്ളൊരു വർഷമായിട്ടാണ് 2025 നമുക്ക് കണക്കാക്കാൻ പറ്റുക. 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവരുടെ ഫലമാണ് പറയുന്നത്. അതായത് ഈ വർഷം അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഈ നമ്പറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തുഷ്ടമായ വർഷമാണ്. വളരെയധികം പ്ലസൻ്റായിട്ടുള്ള അട്രാക്റ്റീവായിട്ടുള്ള ഒരു വർഷം തന്നെയാണ് ഈ 2025 എന്ന് പറയുന്നത്. ഏത് നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർ ബിസിനസ്സിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും അല്ലെങ്കിൽ ഉല്ലാസത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് പ്ലഷർ, രണ്ടിനാണെങ്കിലും ശരി, ഒന്നുകിൽ ബിസിനസ് നടത്താൻ അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ പ്യുവർലി ഉല്ലാസത്തിന് വേണ്ടി മാത്രം ഒരുപാട് ഈ വർഷം യാത്ര ചെയ്യും എന്നാണ് കാണുന്നത്. ഒരുപാട് യാത്രകൾ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. തെക്കേ അമേരിക്ക, മലേഷ്യ, ജോർദാൻ, സിംഗപ്പൂർ, കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഇവിടങ്ങളിലേക്കാണ് ഏറ്റവും കൂടുതൽ യാത്രകൾ ഈ നമ്പറിൽപ്പെട്ടവർ നടത്താനായിട്ട് പോകുന്നത്. ചില വിദേശ സദസ്സുകളിലും ഇന്ത്യക്കകത്ത് തന്നെയുള്ള സദസ്സുകളിലും ആധ്യാത്മിക വിഷയങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചോ പ്രഭാഷണങ്ങൾ പരമ്പരകൾ നടത്താനോ സാധ്യതയുണ്ട്. അതുവഴി വലിയ പ്രശസ്തിയും കിട്ടും. അതായത് യു വിൽ ബി ഇൻവൈറ്റഡ് ടു ഡെലിവർ ടോക്സ്, സ്പിരിച്വൽ ഡിസ്കോഴ്സസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി കൺട്രി ആസ് വെൽ ആസ് മേ ബി ഔട്ട്സൈഡ്. വെളിയിലുള്ള രാജ്യങ്ങളെയൊക്കെ നിങ്ങളെ വിളിച്ചേക്കും. നിങ്ങളെ വിളിച്ച് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും പല കാര്യങ്ങളെക്കുറിച്ച്. സ്പിരിച്വൽ ടോപ്പിക്സ് ആവാം, നോൺ സ്പിരിച്വൽ ടോപ്പിക്സ് ആവാം. ഇറ്റ് കുഡ് ബി പിന്നെ എന്തെങ്കിലും ഈ മെൻറ്റർഷിപ്പ് പ്രോഗ്രാംസിന് അങ്ങനെ ആവാം, ലീഡർഷിപ്പ് കോഴ്സസിലുള്ള ക്ലാസ്സുകളാവാം. ഇനി ഇതൊന്നുമില്ലെങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, മറ്റു കാര്യങ്ങൾ, അന്തർദേശീയ ബന്ധങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ തന്നെ ഒരുപാട് സംസാരിക്കാനും സെമിനാറുകളിലും സിമ്പോസിയങ്ങളിലുമൊക്കെ തന്നെ പങ്കെടുക്കാനുമുള്ള ഒരുപാട് സാധ്യതകൾ തെളിഞ്ഞു വരുന്ന അല്ലെങ്കിൽ തുറന്നു വരുന്ന ഒരു വർഷമാണിത് എന്നർത്ഥം. പിന്നെ പ്രസിദ്ധിയും കിട്ടും. നോട്ട് ഓൺലി യു വിൽ ബി ഇൻവൈറ്റഡ് ബട്ട് ഓൾസോ യു വിൽ ഗെറ്റ്
promoted. That means you will have people will talk about you. ഫ്യൂച്ചർ പ്രോസ്പെക്ട്സ് ഒക്കെ തന്നെ ഫർദർ ചെയ്യാനായിട്ട് പറ്റും എന്നർത്ഥം. നിങ്ങളുടെ ആശയങ്ങൾ, നിങ്ങളുടെ സംസാര ശൈലി, നിങ്ങളുടെ എഴുത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രസിദ്ധി പിടിച്ചു പറ്റും എന്നർത്ഥം. എല്ലാ മാസങ്ങളിലെയും 1, 2, 3, 4, 6, 10, 11, 12, 13, 15, 19, 20 എന്നീ തീയതികളിലാണ് ഇത്തരത്തിലുള്ള പ്രശസ്തി കിട്ടുന്നതും സന്തോഷ വാർത്തകൾ കേൾക്കാൻ പറ്റുന്നതും ഒരുപാട് സന്തോഷജനകങ്ങളായ അനവധി കാര്യങ്ങൾ സംഭവിക്കുന്നതുമൊക്കെ തന്നെ. ഭാഗ്യങ്ങൾ ഉണ്ടാകും, ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയാണ് ഈ പറഞ്ഞ തീയതികളിലേക്ക്. 5, 14, 23 തീയതികൾ ഒരു മാസത്തിലെയും അത്ര നന്നായിരിക്കാൻ സാധ്യതയില്ലെന്നർത്ഥം. ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങൾ, അതേപോലെ തന്നെ ഭാഗ്യലബ്ധി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കൊരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകൾ. ഇതൊക്കെ എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക് ദിക്കുകളിൽ നിന്നാണ് അത്തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുക. പിന്നെ അതേപോലെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ താല്പര്യം ഉണ്ടാകും. അതായത് റിസർച്ചറാണ്, സയൻറ്റിസ്റ്റ് ആണെങ്കിൽ യു വിൽ ഡു ക്വൈറ്റ് എ നമ്പർ ഓഫ് വെരി ഗുഡ് റിസർച്ച് വർക്ക്സ്. യു വിൽ ബി ഇൻവോൾവ്ഡ് ഇൻ, യു വിൽ ബി എൻഗ്രോസ്ഡ് ഇൻ റിസർച്ച് ആക്ടിവിറ്റീസ് എന്നാണ്. വിച്ച് വിൽ ബ്രിങ് യു നെയിം ആൻഡ് ഫെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കേസുകൾ ജയിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഈ വസ്തുതർക്കങ്ങൾ, വ്യവഹാരങ്ങൾ, അതേപോലെ തന്നെ ഡൈവോഴ്സ് കേസുകൾ, ഗാർഡിയൻഷിപ്പ് കേസുകൾ, ഇങ്ങനെയുള്ള ഈ നേച്ചറിലുള്ള കേസുകൾ ഒരുപാടെണ്ണം വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടന്നതോ കുടുങ്ങിക്കിടന്നതോ അല്ലെങ്കിൽ താമസിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള, അല്ലെങ്കിൽ താമസിക്കുന്നതോ ആയിട്ടുള്ള ഒരുപാട് കേസുകളിൽ തീർപ്പുണ്ടാവും. അനുകൂലമായ തീർപ്പാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ വസ്തു വിൽപ്പന നടക്കും. അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഡോക്ടർമാർ, നഴ്സുമാർ, ഫിസിയോതെറപ്പിസ്റ്റുകൾ എന്നിവർക്കൊക്കെ തന്നെ തൊഴിലിൽ കൂടുതൽ ഭാരവും ഉണ്ടാകും, ഭാഗ്യവും ഉണ്ടാകും. ഭാരമുണ്ടാവുക എന്ന് പറഞ്ഞാൽ കൂടുതൽ തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ ഇൻവോൾവായി നിൽക്കേണ്ടി വരും. പിന്നെ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി തരും. സർജൻസൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ചും, നഴ്സുകളാണെങ്കിലും പ്രത്യേകിച്ചും അവർക്ക് ഒരുപാട് ഭാരമുണ്ടാകും, ജോലി ഭാരം. പക്ഷേ അതേസമയം കൂടുതൽ ആളുകളുമായിട്ട് സൗഹൃദവും അതേപോലെ കരിയർ പ്രോസ്പെക്ട്സ് കുറച്ചുകൂടി മെച്ചമായിരിക്കും എന്നർത്ഥം. കാരണം നല്ല വലിയ ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാവും. നഴ്സുമാരാണെങ്കിലും അത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതേപോലെ ഹെൽത്ത് വർക്കേഴ്സ് ആണെങ്കിൽ അവർക്ക് ഒരുപാട് ദേ വിൽ ഗെറ്റ് പ്ലെൻറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ടു വർക്ക് ഇൻ ഫേമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിച്ച് വിൽ ഫെച്ച് ദം റിയലി ഗുഡ് പിന്നെ എമൗണ്ട് ഓഫ് മണി ബൈ വേ ഓഫ് സാലറി ആൻഡ് അലവൻസസ് എന്നർത്ഥം. പിന്നെ കലാകാരന്മാർ, രാഷ്ട്രീയ പ്രവർത്തകർ, അധ്യാപകർ എന്നിവർക്ക് വളരെ മെച്ചപ്പെട്ട വർഷമാണ്. അതേപോലെ നർത്തകർ, നോവലിസ്റ്റുകൾ, പരിസ്ഥിതി പ്രവർത്തകർ എന്നിവർക്ക് ദേശീയ അന്തർദേശീയ അവാർഡുകൾ കിട്ടുന്ന ഒരു സമയമാണ് ഈ 2025 എന്ന് പറയുന്നത്. പിന്നെ ബന്ധുക്കളിൽ നിന്ന് സഹായം കിട്ടും. അതേപോലെ സഹായിക്കാത്ത ബന്ധുക്കളൊക്കെ പൊടുന്നനവർ 2025 സഹായ ഹസ്തവുമായിട്ട് പ്രത്യക്ഷപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ലെന്നർത്ഥം. അതിന് കീർത്തി, ഒരുപാട് നമ്മളെക്കുറിച്ച് അറിയും, പ്രശസ്തി ഉണ്ടാവും. പുതിയ സാമ്പത്തിക സംരംഭങ്ങളിൽ നിന്ന് നല്ല വരുമാനം, അതൊക്കെ പ്രതീക്ഷിക്കാം. പിന്നെ മക്കൾക്ക് നല്ല കാലമാണ്. മക്കൾക്ക് നല്ല കാലമാകുമ്പോൾ അച്ഛനും അമ്മയ്ക്കും പൊതുവേ നല്ലൊരു സംതൃപ്തി കിട്ടും. മാനസികമായിട്ട് സന്തോഷവും ഉല്ലാസവും ഒക്കെ ഉണ്ടാവും എന്നർത്ഥം. പക്ഷേ കൈമുട്ട്, കാൽമുട്ട്, കഴുത്ത് എന്നിവിടങ്ങളിൽ പരിക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ കരൾ, ശ്വാസകോശം എന്നിവിടങ്ങളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാം, ന്യൂമോണിയ പോലെയോ. അതേപോലെ തന്നെ ലിവറിന് സിറോസിസ് പോലെ, സിറോട്ടിക് ലിവറോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നുകൂടായികയില്ല. അതേപോലെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് ഓൾ ഇന്ത്യ സർവീസിൽ ജോലിക്ക് അർഹത ലഭിക്കും എന്നർത്ഥം. IAS, IPS അല്ലെങ്കിൽ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് പോലെയുള്ള സെൻട്രൽ സർവീസുകളിലോ ഇങ്ങനെയൊക്കെ ഉള്ളിടത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ജോലിക്ക് എന്നർത്ഥം. മക്കൾക്കോ മരുമക്കൾക്കോ അല്ലെങ്കിൽ അതേപോലെ പിന്നെ സഹോദരൻ്റെയോ സഹോദരിയുടെയോ മക്കൾക്കോ ഒക്കെ കിട്ടിയേക്കും. പിന്നെ പുതിയ കാറ് വാങ്ങും. നേരത്തെയുള്ള കാറ് കൊടുത്ത് പുതിയ കാറ് വാങ്ങും. ഇരുചക്ര വാഹനങ്ങൾ പുതിയത് വാങ്ങും. ഇതൊക്കെ നടക്കുന്ന ഒരു വർഷമാണ് 2025 എന്ന് പറയുന്നത് എന്നർത്ഥം. പിന്നെ ഡയബറ്റീസ് ഉള്ളതായിട്ട് കണ്ടുപിടിക്കും എന്നാണ് പറയുന്നത്. അതേവരെ ഡയബറ്റീസ് ഒന്നുമില്ല, ഞാൻ പഞ്ചസാര ഇട്ട് തന്നെ ചായ കുടിക്കും, എനിക്ക് മറ്റുള്ളവരെക്കാൾ 2 ഇരട്ടി പഞ്ചസാര വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാർ പെട്ടെന്ന് പഞ്ചസാരയുടെ ഉപയോഗം നിർത്തുന്നതായിട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയും, ഡയബറ്റീസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്ത് നോക്കി, അല്ലെങ്കിൽ HbA1c വളരെ കൂടി എന്നൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് സം പീപ്പിൾ വിൽ ഫൈൻഡ് ദറ്റ് ദേ ആർ ഹാവിങ് ഡയബറ്റിക് ട്രെൻഡ് ഓർ ഡയബറ്റിക് ടെൻഡൻസി. അങ്ങനെയുള്ളൊരു വർഷമാണത്.
അപ്പോൾ പൊതുവെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് ഭദ്രകാളിയെ ഭജിക്കുക, ചൊവ്വാഴ്ചകളിൽ മുരുകന് നീല ശംഖുപുഷ്പം കൊണ്ട് മൂലമന്ത്രം ചൊല്ലി അർച്ചന നടത്തുക, അല്ലെങ്കിൽ പഞ്ചാമൃതം കൊണ്ട് മുരുകന് അഭിഷേകം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ലതായിട്ടാണ് ഈ 3, 12, 21, 30 തീയതികളിൽ ജനിച്ചവർക്ക് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ കാണിക്കുന്ന ഒരു സംഖ്യായന്ത്രമുണ്ട്. അത് വെള്ളിയിലോ ചെമ്പിലോ ഉണ്ടാക്കിയിട്ട് വലത് കൈയിലെ മോതിര വിരലിൽ ധരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ മലയാലപ്പുഴ ദേവിയെ സന്ദർശിച്ച് അനുഗ്രഹം തേടണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് മലയാലപ്പുഴ എന്ന് പറഞ്ഞാൽ മലയാചലവാസിനി എന്ന് നമ്മൾ പറയുന്ന മലയാലപ്പുഴ അമ്പലത്തിൽ, അല്ല തിരുച്ചെന്തൂർ മുരുകനെ വന്ദിക്കുക, ഇതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന സ്ഥിരം ജപിക്കുന്നതും വളരെ വളരെ വിശേഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് 3, 12, 21, 30 തീയതികളിൽ ജനിച്ച ആൾക്കാർക്ക് ഈ 2025 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല ഫലങ്ങൾ, അതാണ് മെജോറിറ്റി ആയിട്ട് സംഭവിക്കാൻ പോകുന്നത്. ഭൂരിപക്ഷം അനുഭവങ്ങളും നന്നായിരിക്കും. ചെറിയൊരു ന്യൂനപക്ഷം അനുഭവങ്ങൾ മോശമാണ്, പക്ഷെ അത് എല്ലാ മനുഷ്യനും ഉള്ളതാണ്. ഈ ലോകത്തിൽ സുഖവും അസുഖവും മിശ്രമായി താനിരിക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. അതേപോലെ ദിസ് വിൽ ബി എൻ അഡ്മിക്സ്ചർ ഓഫ് ഗുഡ് തിങ്സ് ആൻഡ് ബാഡ് തിങ്സ്. അത് ഇറ്റ് ഈസ് നമ്മളാണ്, യു നീഡ് ടു ലേൺ ടു ലിവ് വിത്ത് ദാറ്റ്. അത്രയേ ഉള്ളൂ. ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ലൈഫ്. 4, 13, 22, 31 തീയതികളിൽ ജനിച്ചവരുടെ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. 2025 എന്നുള്ള വർഷം അവർക്ക് എങ്ങനെ ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച്. ഈ വർഷം ഈ നമ്പറുകളിൽ ജനിച്ചവർക്ക് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. പക്ഷേ ലക്ഷ്യപ്രാപ്തിക്കായിട്ട് അതികഠിനമായിട്ട് യത്നിക്കേണ്ടി വരും. ദേ ഹാവ് ടു ടോയിൽ ആൻഡ് മോയിൽ, ദേ ഹാവ് ടു സ്ട്രൈവ് ക്വൈറ്റ് എ ലോട്ട് ടു അച്ചീവ് ദെയർ ഗോൾസ്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പറഞ്ഞാൽ ചെറിയ പ്രയത്നമൊന്നും കൊണ്ട് പറ്റത്തില്ല, വലിയ കഠിനമായ പ്രയത്നം കൊണ്ട് മാത്രം അവരുടെ ഇച്ഛകൾ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധ്യതപ്രായമാകും എന്നുള്ളതാണ്. ചിലർക്ക് വലിയ പ്രയത്നമൊന്നും കൂടാതെ തന്നെ അവരുടെ താല്പര്യങ്ങൾ നടക്കും. പക്ഷേ ഈ നമ്പറിൽപ്പെട്ട ജനിച്ച ആൾക്കാർക്ക് ഈ വർഷം 2025 എന്ന് പറഞ്ഞ വർഷം അവരുടെ താല്പര്യങ്ങൾ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ടേ പറ്റൂ എന്നർത്ഥം. പിന്നെ ഒരുപാട് യാത്രകൾ ചെയ്യുകയും രാജ്യങ്ങൾ സന്ദർശിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് 2025 ഇവർ. ലക്ഷ്യപ്രാപ്തിക്കായിട്ട് പ്രയത്നിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ജോലി സംബന്ധമായിട്ട് ഇന്ത്യക്കകത്തും പുറത്തുള്ള USA, കാനഡ, ഫിജി, തായ്ലൻഡ്, ചൈന, ജോർദാൻ, ദക്ഷിണാഫ്രിക്ക, ഫിലിപ്പൈൻസ് തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിലും ഇവർക്ക് യാത്ര ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാമ്പുകടി ഉൾപ്പെടെ വിഷമുള്ള ചില ജീവികളുടെയും ഷഡ്പദങ്ങളുടെയും ചില പ്രാണികളുടെയും ഒക്കെ തന്നെ കടിയേൽക്കാൻ സാധ്യതയുണ്ടെന്നാണ്. കടി എന്തായാലും വരുമാനത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും ചിന്തിച്ച് ക്ലേശിക്കേണ്ടി വരത്തില്ല. ധാരാളം പരിചയക്കാരെ കണ്ടെത്തുന്ന ഒരു വർഷമാണിത്. അവയിൽ ചിലവ ദൃഢസൗഹൃദങ്ങളായി പരിണമിക്കുന്നതാണ്. അതായത് സം ഓഫ് ദീസ് ഫ്രണ്ട്ഷിപ്സ് വിച്ച് യു ഡെവലപ്പ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് 2025 വിൽ ലേറ്റർ ടേൺ ഔട്ട് ടു ബി വെരി ഫാസ്റ്റ്, വെരി ക്ലോസ് റിലേഷൻഷിപ്സ് എന്നാണ്. വിച്ച് യു ക്യാൻ ചെറിഷ് ഇൻ ദ ഫ്യൂച്ചർ ഓൾസോ എന്നാണ്. ഭാവിയിൽ നമുക്ക് ലാടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ദൃഢമായിട്ടുള്ള സൗഹൃദ ബന്ധങ്ങളായിട്ട് ചിലപ്പോൾ ഈ വർഷം നിങ്ങൾക്കുണ്ടാകുന്ന പരിചയങ്ങൾ മാറിക്കൂടായികയില്ല എന്നാണ്. പിന്നെ ഇതിനകത്ത് വളരെ വിശേഷമായ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കും എന്നാണ് ഈ വർഷം. എല്ലാവരും എല്ലാ വർഷങ്ങളിലും വീട്ടുകാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല. പലരും പലതരത്തിലുള്ള വിനോദ ഉപാധികളൊക്കെ അതിലൊക്കെ ഏർപ്പെട്ട് അവരവരുടെ കാര്യങ്ങൾ സന്തോഷമാക്കി വയ്ക്കുന്നു. ഭാര്യ, മക്കൾ ഇവരെക്കുറിച്ചൊന്നും വലുതായിട്ട് ചിന്തയൊന്നുമില്ലാതെ അവനവൻ തന്നെ എൻജോയ് ചെയ്യുന്നു. ചീട്ട് കളിക്കുന്നു, അല്ലെങ്കിൽ റമ്മി കളിക്കുന്നു, വെള്ളമടിക്കുന്നു, അല്ലെങ്കിൽ മദ്യപിക്കുന്നു, ക്ലബിൽ പോയി ഉല്ലസിക്കുന്നു. പക്ഷെ അപ്പോൾ ഭാര്യയും കുട്ടികളും ഒക്കെ വീട്ടിലുണ്ടെന്നുള്ള കാര്യം പൂർണ്ണമായിട്ട് വിസ്മരിച്ചാണ് അത്തരത്തിലുള്ള വിനോദോപാധികളിലൊക്കെ തന്നെ മുഴുകുന്നത്, അല്ലെങ്കിൽ അതെടുക്കുന്നത്. പക്ഷേ ഈ വർഷം 2025 എന്ന് പറഞ്ഞ ഈ വർഷം ഈ 4, 13, 22, 31 തീയതികളിൽ ജനിച്ചവർ വീട്ടുകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഗൃഹസംബന്ധമായിട്ടുള്ള വരവ് ചെലവ് കണക്കുകൾ പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഈ വർഷം. നമ്മളെ വരവും ചെലവും തമ്മിൽ ഒരു പൊരുത്തവും ഉണ്ടാകാൻ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. നമുക്ക് കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും എന്നർത്ഥം.
അതേപോലെ നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങളായിട്ട് നടക്കാതിരുന്ന വിവാഹങ്ങളൊക്കെ ഈ വർഷങ്ങളിൽ നടക്കും. നമ്മുടെ സഹോദരങ്ങളുടെയോ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ ഒക്കെ തന്നെ കല്യാണം ഒരുപാട് നാളായിട്ട് നടക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ട് നടക്കുന്ന അപ്പൂപ്പന്മാർക്കും അമ്മൂമ്മമാർക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും അതെ അത്ഭുതം ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാക്കിക്കൊണ്ട് വിവാഹങ്ങളുണ്ടാവും. സന്തതികൾക്കായി കാത്തിരിക്കുന്ന ദമ്പതികൾക്ക് സന്തതികളുണ്ടാവും. അതേപോലെ ഏപ്രിൽ മെയ് ഓഗസ്റ്റ് ഒക്ടോബർ മാസങ്ങളാണ് ഇവർക്ക് ഏറ്റവും നല്ലത്. ജനുവരി ഫെബ്രുവരി ഒക്ടോബർ നവംബർ മാസങ്ങൾ അത്ര പോരാ. പിന്നെ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിക്കുകളിൽ നിന്ന് ജോലിക്കുള്ള ഓഫറുകൾ, സന്തോഷകരമായ വാർത്തകൾ കേൾക്കും. പിന്നെ വിദേശ പഠനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതൊക്കെ നടക്കും. വെളിയിൽ പോയിട്ടൊക്കെ തന്നെ പഠിക്കാൻ പറ്റും എന്നർത്ഥം. കാശ് ചിലവാക്കിയാലും ഇല്ലെങ്കിലും അവർക്ക് വെളിയിൽ പോയി പഠിക്കാനായിട്ട് സാധിക്കുന്ന അവസരങ്ങളുണ്ടാകും, ലബ്ധമാകും. പിന്നെ ബന്ധുക്കളിൽ നിന്ന് ഇടവിട്ട് അകൽച്ചയും കാലുഷ്യവും ഒക്കെ ഉണ്ടാവും. അവരിൽ നിന്ന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നുകൂടായുകയില്ല എന്നർത്ഥം. പിന്നെ വീട് മോടി പിടിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൻ്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായതാണെങ്കിലോ ചോർച്ചയുണ്ടെങ്കിലോ വിള്ളലുണ്ടെങ്കിലോ വിണ്ടുകീറലുണ്ടെങ്കിലോ എന്ത് പ്രശ്നമാണെങ്കിലും ശരി അതൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൊരു മനസ്സും ഒരു താല്പര്യവും സൗമനസ്യവും സന്നദ്ധതയൊക്കെ ഉണ്ടാവും. വീട് റിപ്പയർ ചെയ്യും എന്നർത്ഥം. അതായത് ജോലിയിൽ പ്രൊമോഷൻ കിട്ടി വിദൂര സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാകും. യു വിൽ ബി പ്രൊമോട്ടഡ് ബട്ട് യു വിൽ ബി ട്രാൻസ്ഫേർഡ് ടു എ ഡിസ്റ്റൻറ്റ് പ്ലേസ് എന്നാണ്. പിന്നെ അതിർത്തി രക്ഷാസേനകൾ, അതായത് ഇപ്പോൾ BSF, CRPF തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പിന്നെ സശസ്ത്ര സീമാ ബൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് പട്ടാളക്കാരുണ്ട്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, ഇങ്ങനെയുള്ള രക്ഷാസേനകളിൽ, ആർമിയിൽ, റെയിൽവേയിൽ എന്നീ സ്ഥാപനങ്ങളിലൊക്കെ പിന്നെ നമുക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടെന്നർത്ഥം ഈ വർഷത്തിൽ. അതായത് കോമ്പാറ്റന്റ് ഫോഴ്സുകളിലൊക്കെ തന്നെ ജോലി നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് 2025. തലയ്ക്ക് പരിക്കു പറ്റാതെ നോക്കണം. വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് ചാടുക, വലിയ പൊക്കത്തിൽ വലിഞ്ഞു കയറുക, വലിയ ആഴമുള്ള വെള്ളത്തിലേക്ക് കൂപ്പുകുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഗ്യാസ്, അതേപോലെ തന്നെ ടർബൈനുകൾ, അതേപോലെ തന്നെ കൺവെയർ ബെൽറ്റ്, പിന്നെ ഇലക്ട്രിസിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ചേർന്ന് ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഞാനൊരു സംഖ്യാ യന്ത്രം കൊടുത്തിട്ടുണ്ട്. അത് പെൻഡൻ്റായിട്ടോ മോതിരമായിട്ടോ ധരിച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഗുണത്തെ ചെയ്യും എന്നർത്ഥം. മാതാപിതാക്കളുടെ മാതൃ സഹോദരൻ്റെയോ വേർപാടിനും നയന ശസ്ത്രക്രിയയ്ക്കും സാധ്യതയുണ്ടെന്നാണ്. അതുകൂടെ ഈ ഫലങ്ങളുടെ കൂട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ സംഖ്യായന്ത്രം ഇതിൽ കാണിച്ചിട്ടുള്ളത് ധരിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് നേരത്തെ പറഞ്ഞതാണ്. അതായത് അച്ഛൻ്റെയോ അമ്മയുടെയോ അമ്മയുടെ സഹോദരൻ്റെയോ വേർപാട്, ശാരീരികമായ വേർപാടിനും നിങ്ങൾക്ക് ഒരു നയന ശസ്ത്രക്രിയ, ഒരു ഐ ഓപ്പറേഷനും സാധ്യത ഈ വർഷമുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന സംഖ്യായന്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് താൽക്കാലികമായിട്ടുള്ള വിമുക്തിയോ ആശ്വാസമോ ഉണ്ടാകും എന്ന് അനുഭവസ്ഥർ പറഞ്ഞ കാര്യം കൂടി ഞാനിവിടെ പറയുകയാണ്. താല്പര്യമുള്ളവർക്ക് അത് ചെയ്യിപ്പിച്ച് ധരിക്കാവുന്നതാണ്. 5, 14, 23 തീയതികളിൽ ജനിച്ചവർക്കുള്ള ഫലം 2025 അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വളരെ നല്ല ഫലമാണ് 5, 14, 23 തീയതികളിൽ ജനിച്ചവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത്. ഫലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സുഖകരമായ ഫലം എന്ന് വേണമെങ്കിൽ പറയാം. ശാന്തിയും സമാധാനവും ആധ്യാത്മിക അനുഭൂതികളുമൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണത്. ദീർഘകാലമായിട്ട് ഉപാസിക്കുന്നവർക്ക് ഉപാസനാ ദേവതയെ കാണാൻ പറ്റുക, ഉപാസനാ ദേവതയുടെ അനുഭവം ഉണ്ടാവുക, അതേപോലെ തന്നെ മനസ്സിന് സുഖമുണ്ടാവുക, ഒരുപാട് ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ പറ്റുക, അതേപോലെ തന്നെ ഒരുപാട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു ഗുണകരമായൊരു വർഷമായിട്ടാണ് ഇതിനെ കാണേണ്ടതെന്നർത്ഥം. പിന്നെ നിങ്ങളുടെ താല്പര്യങ്ങൾ, ഇംഗിതങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും ഈ വർഷം വളരെ ഉണ്ട്. പക്ഷേ ചെറിയ ഒരു കാലതാമസം എല്ലാത്തിനും ഉണ്ടാവും. ദർ വിൽ ബി എ സ്ലൈറ്റ് ഡിലേ ഫോർ എവറിത്തിങ്. അത് ചിലപ്പോൾ നിങ്ങളെ മുഷിപ്പിച്ചേക്കും, നിങ്ങളെ ഉത്സാഹമില്ലാത്തവനാക്കിയേക്കാൻ സാധ്യതയുണ്ടെന്നർത്ഥം. പക്ഷെ അത് ഉത്സാഹമില്ലാത്തവനായിട്ടോ ഇല്ലാത്തവളായിട്ടോ ഇരിക്കേണ്ട കാര്യമില്ല. കാരണം നടക്കും എന്ന വിശ്വസിച്ചോളുക. ചെറിയ ഡിലേ ഈസ് ഓൾറെഡി ദർ, ബട്ട് ദാറ്റ് ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ടേക്ക് പ്ലേസ്. ഇറ്റ്സ് നോട്ട് സോ ഓൾവേസ്. ദർ വിൽ ബി ഡിലേ, ബട്ട് ഇൻ സ്പൈറ്റ് ഓഫ് ദ ഡിലേ തിങ്സ് വിൽ ബി മൂവിങ് ഔട്ട്. They will be moving
closer to you or they will be coming to you. You will have hold such things. Maybe വലിയ താമസമില്ലാതെ. പിന്നെ ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് സമയവും ധാരാളം പണവും ചിലവാക്കും. ഏതോ അമ്പലത്തിൻ്റെ പുനരുദ്ധാരണം, പുനഃപ്രതിഷ്ഠ, അതേപോലെ ക്ഷേത്രവനങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതായത് ശരിക്കും ഈ നക്ഷത്രവനം എന്നൊക്കെ പറയില്ലേ, അതേപോലെ നട്ടുപിടിപ്പിക്കുക, പുണ്യ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ സർപ്പക്കാവ് പുനരുദ്ധരിക്കുക, പിന്നെ കാവോട് ചേർന്നുള്ള കുളം പുനരുദ്ധരിക്കുക. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ ധാരാളം വിമാനയാത്രകൾ നടത്തും. എനിക്ക് തോന്നുന്ന ഒരുപാട് കാര്യങ്ങൾ സ്പീച്ചസിനൊക്കെ വേണ്ടി പുറത്തു പോകേണ്ടി വരും. അതേപോലെ നിങ്ങളെ പുതിയ ചുമതലകൾ ഏൽപ്പിക്കുമ്പോൾ ചുമതലകൾ നിർവഹിക്കാനായിട്ട് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോകേണ്ടി വരും. കോൺഫറൻസസിൽ പങ്കെടുക്കാൻ വേണ്ടി പോകേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ പിൽഗ്രിമേജ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് വരെ ഒരു പക്ഷേ യു മേ ബി ഏബിൾ ടു ഗോ ഔട്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യണം. പിന്നെ USA, ഫ്രാൻസ്, ഘാന, റഷ്യ, മാലദ്വീപ്സ് എന്നീ സ്ഥലങ്ങളിൽ നിന്ന് ജോലിക്കുള്ള ഓഫറുകൾ കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ പുതിയ ജോലിക്കോ അല്ലെങ്കിൽ പുതിയ തരത്തിലുള്ള അവസരങ്ങൾക്കുള്ള ഓഫറുകൾ വരും എന്നർത്ഥം. അവിടെ നമുക്ക് പോകേണ്ടി വരും. പിന്നെ വ്യാജ പ്രചരണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മളെക്കുറിച്ച് അനാവശ്യമായിട്ട് ഓരോരോ കിംവദന്തികൾ പ്രചരിപ്പിക്കുക, ഓരോ തരത്തിലുള്ള അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക, നമ്മളെ ബെലിറ്റിൽ ചെയ്യാൻ നോക്കുക, പിന്നെ നമ്മളെ ഡിമോറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക, നമ്മൾ മനസ്സും ഒക്കെ തളർത്താൻ വേണ്ടി നോക്കുക. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അതേപോലെ സാമ്പത്തികമായിട്ട് കബളിപ്പിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം പ്ലാൻ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് സക്സസ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. വലിയ ഉയർന്ന ഉദ്യോഗങ്ങൾ കിട്ടും കേട്ടോ. ഇപ്പോൾ ജില്ലയുടെ ചുമതലയുള്ള കളക്ടറായിട്ടോ അല്ലെങ്കിൽ അതേപോലെയുള്ള കമ്മീഷണറായിട്ടോ, പോലീസിലാണെങ്കിൽ പോലീസ് കമ്മീഷണറെന്നോ അല്ലെങ്കിൽ വേറെ നിയമസമാധാന ചുമതലയുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടൊക്കെ കിട്ടും. ആർമിയിലെ എയർഫോഴ്സിലൊക്കെ ആണെങ്കിൽ വലിയ ഹയർ കമാൻഡുകൾ കിട്ടും. കോർ കമാൻഡർ എന്നുള്ള പോസ്റ്റോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫായിട്ടൊക്കെ കിട്ടുക. ഫ്ലാഗ് ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് എന്ന് പറയില്ലേ, FOC എന്നൊക്കെ പറഞ്ഞു. അതേപോലെയുള്ള വളരെ ടോപ്പ് ലെവൽ മിലിറ്ററി പോസ്റ്റിങ്സൊക്കെ കിട്ടുക. ഇങ്ങനെയൊക്കെ വരും. പിന്നെ ചില സ്ത്രീകൾ തങ്ങളെക്കാൾ പ്രായം കുറവുള്ള പുരുഷന്മാരുമായിട്ട് പ്രണയത്തിലാകുന്ന ഒരു വർഷമാണിത്. അതേപോലെ പിന്നെ അവരുമായിട്ട് അടുക്കും, എന്നിട്ട് പ്രണയത്തിലായിട്ട് അവരാൽ പല വിധത്തിലും ചൂഷണം ചെയ്യപ്പെടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതായത് പ്രായം കുറഞ്ഞ പയ്യന്മാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പ്രായം കൂടിയ സ്ത്രീകളെ വശീകരിച്ച് അവരുടെ പൈസ, അവരുടെ ഓർണമെൻറ്റ്സൊക്കെ അടിച്ചു മാറ്റുക, അത് മോഷ്ടിക്കുക, അല്ലെങ്കിൽ അത് പിന്നെ അവരെ കൊണ്ട് ഒരുപാട് ചിലവ് ചെയ്യിപ്പിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൂടായികയില്ല. പിന്നെ വില കൂടിയ വജ്രാഭരണങ്ങൾ വാങ്ങും. അതേപോലെ ജനുവരി, മാർച്ച്, ഏപ്രിൽ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങൾ വളരെ നന്നായിരിക്കും. ഈ മാസങ്ങളിൽ ഉള്ള 1, 4, 5, 6, 8, 10, 13, 14, 15, 17, 19 തീയതികളാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫെബ്രുവരി, നവംബർ, ഡിസംബർ മാസങ്ങളിൽ അത്ര നല്ലതല്ല. പ്രത്യേകിച്ചും അതിലെ 1, 2, 3, 9 തീയതികൾ വളരെ മോശമായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം തീയതികളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള ക്രിയേറ്റീവ് വർക്കുകളൊന്നും ഇടപെടാതിരിക്കുകയാണ് നല്ലത്. പിന്നെ വടക്ക്, കിഴക്ക്, തെക്ക് കിഴക്ക് ദിക്കുകളിൽ നിന്ന് ശുഭവാർത്തകൾ ശ്രവിക്കാൻ സാധ്യതയുണ്ട്. ഒരുപാട് നല്ല വാർത്തകൾ നമ്മൾ അവിടെ നിന്ന് കേൾക്കും. പിന്നെ ഇരട്ട കുട്ടികൾ നിങ്ങൾക്ക് പിറന്നേക്കും. നിങ്ങൾക്കല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ഒക്കെ ഇരട്ട കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആക്സിഡൻറ്റുകൾ, വീഴ്ചകൾ ഇവ കാരണം കഴുത്ത്, കണ്ണ്, ഇടത്തെ ചെവി, വയർ, ഇടത്തെ കാൽ എന്നിവിടങ്ങളിൽ പരിക്കു പറ്റിയേക്കും. അതുകൊണ്ട് അമിത വേഗത്തിൽ ഓടുന്ന സ്കൂട്ടറിൻ്റെ പുറകിലും ബൈക്കിൻ്റെ പുറകിലും ഇരിക്കാതിരിക്കുക. അമിത വേഗത്തിൽ ഓടുന്ന വണ്ടിയിൽ ഇരിക്കാതിരിക്കുക. നിങ്ങളാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ അമിത വേഗത്തിൽ ഓടിക്കാതിരിക്കുക. വലിയ ഉയരങ്ങളിൽ നിന്ന് താഴേക്ക് ചാടുക, വലിയ ഉയരത്തിലൊക്കെ പിടിച്ചു പറ്റി കയറുക, വളരെ അഗാധതയുള്ള ആഴമുള്ള കുളങ്ങളിലോ ജലാശയങ്ങളിലോ ജല സംഭൃതങ്ങളിലൊന്നും ഇറങ്ങാതിരിക്കുക ഒക്കെ തന്നെ ചെയ്താൽ വളരെ നല്ലതെന്നർത്ഥം. പിന്നെ വിഘടനവാദികളോട് ഏറ്റുമുട്ടി പരിക്കേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർമി, നേവി, എയർഫോഴ്സോ അല്ലെങ്കിൽ സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസിൽ, പ്രത്യേകിച്ചും ഈ പറഞ്ഞ പോലെ അതിർത്തി രക്ഷാസേന പോലെയുള്ള അങ്ങനെയുള്ളതൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വിഘടനവാദികളുമായിട്ട് ഏറ്റുമുട്ടിയിട്ട് അവരുമായിട്ട് നേരിട്ട് ഹാൻഡ് ടു ഹാൻഡ് ഫൈറ്റോ അല്ലെങ്കിൽ ക്ലോസ് ക്വാർട്ടർ ബാറ്റിൽ അല്ലെങ്കിൽ വളരെ അടുത്തുള്ള തരത്തിൽ നേരിട്ട് പൊരുതാനോ അല്ലെങ്കിൽ അല്ലാതെയൊക്കെയുള്ള മൈൻ ബ്ലാസ്റ്റൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകാം. പിന്നെ ഗവേഷണം പൂർത്തിയാക്കി PhD ലഭിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ ഇത്രയും കാലം എന്തെങ്കിലും റിസർച്ച് നടത്തിക്കൊണ്ടിരുന്നുവെങ്കിൽ
as maybe the ultimate result or the fruit of your research. അത് you will get PhD എന്നുള്ളതാണ്. വീട് പണിയും പൂർത്തിയാക്കുന്നു, അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ ശരത്ത്, ജയകുമാരി, വർഗീസ്, നുഫൈസ, ഫ്രാൻസിസ്, വരദരാജൻ, ഷാരോൺ, ജലജ, പ്രമീള, സിന്ധ്യ, ഗോകുൽ, മുരളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുകൾ പറയുന്നുണ്ട്. ഇവരുമായിട്ടൊക്കെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്തെങ്കിലും ട്രാൻസാക്ഷനോ കോണ്ടാക്റ്റുകളോ ഒക്കെ വേണ്ടി വരും എന്നർത്ഥം. പിന്നെ ഡാർവിൻ, ഭാരതി എന്നൊക്കെ പറയുന്ന രണ്ട് പേരുമായിട്ട് ഇടപെട്ട് അവർ നമ്മളെ സഹായിക്കുന്നതായിട്ടൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ലൈല, മെൽവിൻ, ബാബു, രഘു എന്നിവർ അപകടഘട്ടങ്ങളിൽ സഹായിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ സംഖ്യായന്ത്രം കൊടുക്കുന്നുണ്ട്. ആ സംഖ്യായന്ത്രം മോതിരമായിട്ടോ പെൻഡൻ്റായിട്ടോ ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അത് ത്വരിത മനോകാമനാ യന്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ മനസ്സിൽ എന്താഗ്രഹമുണ്ടോ അത് വളരെ എളുപ്പത്തിൽ നടക്കാനുള്ള ഒരു യന്ത്രമാണ്. ദുരിതങ്ങളെ അകറ്റി ഇംഗിതങ്ങൾ സാധ്യമാക്കുന്ന ഒരു മന്ത്രം. പിന്നെ മഹാലക്ഷ്മി, യക്ഷിണികൾ എന്നിവരെ ഉപാസിക്കുന്നതും ഈ നമ്പറിൽ ജനിച്ചവർക്ക്, അതായത് 5, 14, 23 തീയതികളിൽ ജനിച്ചവർക്ക് ഈ വർഷം വളരെ നല്ലതാണ്. നമ്മൾ 6, 15, 24 തീയതികളിൽ ജനിച്ചവർക്ക് 2025 എങ്ങനെയിരിക്കുമെന്നുള്ള ഒരു നമ്മുടെ ഒരു അസസ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. വളരെയധികം തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ മോശമായിട്ട് ബന്ധുക്കൾക്കിടയിലും സുഹൃത്തുക്കൾക്കിടയിലും തെറ്റായിട്ട് അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമായിട്ട് ചിത്രീകരിക്കപ്പെടാനും സാധ്യതയുള്ളൊരു വർഷമാണ്. അപ്പോൾ ഇറ്റ്സ് എൻ ഇയർ വേർ യു വിൽ ബി മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് യുവർ ഇൻറ്റൻഷൻസ് വിൽ ബി മിസ്ഇൻറ്റർപ്രറ്റഡ് എന്നാണ് പറയുന്നത്. നിങ്ങളെ ഒരു മോശപ്പെട്ട ആളായിട്ട് ചിത്രീകരിക്കാനൊക്കെയുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകും. ഒന്ന് ശ്രദ്ധിക്കണം എന്നർത്ഥം. ഈ ഒരു പുതിയ ജോലിയിൽ നമ്മൾ കയറി പറ്റുകയാണെങ്കിലും തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിലും നമ്മൾ ഒരു മേഖല തിരഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ട്രാവല്, കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ അഡ്വർടൈസിങ്, ഡിജിറ്റൽ ഗ്രാഫിക്സ്, പുസ്തക പ്രസാധനം, അതേപോലെ ഫിലിം എഡിറ്റിങ്, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നീ മേഖലകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വളരെ വളരെ വിജയിക്കും എന്നാണ്, ബഹുക്ഷേമമായിരിക്കും എന്നാണ്. അത് വളരെ നന്നായിരിക്കും ആ മേഖലകൾ. അത് ഈ നമ്പറുകളിൽ ജനിച്ചവർ 6, 15, 24 തീയതികളിൽ ജനിച്ചവർക്ക് 2025 ഞാൻ പറഞ്ഞ മേഖലകളാണ് അവർ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ അത് വളരെ ഗംഭീരമായിരിക്കും, ശ്രേയസ്കരമായിരിക്കും, അഭികാമ്യമായിരിക്കും എന്നാണ് പറയാനുള്ളത്. പിന്നെ വളരെ ചിന്താശേഷിയും ജീവിതത്തെക്കുറിച്ച് നല്ല ധാരണയുമുള്ള ഒരു പുരുഷനോ ഒരു സ്ത്രീയോ ജീവിതത്തിലേക്ക് കടന്നു വരികയും നിങ്ങൾക്കൊരു പോസിറ്റീവ് പ്രേരണയാവുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ അവർ നമുക്ക് ഒരുപാട് പ്രേരണ നൽകും. ദേ വിൽ ബി ആക്ടിങ് ആസ് ഒരു ഗൈഡിങ് ഫോഴ്സ്. ദേ വിൽ ബി എ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഓൺ യുവർ ലൈഫ് ആൻഡ് ആക്ടിവിറ്റീസ്. പക്ഷെ നേരെ മറിച്ച് വേറെ ചില വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുകയോ സംസാരിക്കുകയോ ഇടപഴകുകയോ അവരുമായിട്ട് എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലൊക്കെ ഉണ്ടാവുകയോ ചെയ്താൽ വളരെ മോശമായിരിക്കും. മോശമായിരിക്കുന്നത് മാത്രമല്ല, അവർ നമ്മുടെ ഊർജ്ജത്തെ മൊത്തം വലിച്ചെടുക്കുന്ന ഒരുമാതിരി സൈക്കിക് വാമ്പയേഴ്സിനെ പോലെ നമുക്ക് അനുഭവപ്പെടും. നമ്മുടെ ജീവിതമാകെ കുളമാകും, കട്ടപ്പോകാമെന്നൊക്കെ പറയാറില്ലേ നമ്മൾ തമാശയ്ക്ക്. അപ്പോൾ യു വിൽ ബി thoroughly unhappy, discontented and you will be disgruntled and dissatisfied and disenchanted. നമ്മുടെ സൗഹൃദം, നമ്മുടെ സന്തോഷവും അതേപോലെ നമ്മുടെ ഉത്സാഹവും ഒക്കെ കെട്ടടങ്ങിയതായിട്ട് തോന്നും എന്നർത്ഥം. അതിന് വിരുദ്ധമായിട്ട് ജീവിതത്തെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുകയോ മനസ്സിലാക്കുകയോ അനുഭവത്തിൽ നിന്ന് ഉൾക്കൊള്ളുകയോ ചെയ്തൊരു പുരുഷനോ സ്ത്രീയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പൾസ് ആയിരിക്കും, ഒരു പോസിറ്റീവ് സ്റ്റിമുലസ് ആയിട്ട് അയാൾ അല്ലെങ്കിൽ അവൾ വർക്ക് ചെയ്യും എന്നർത്ഥം. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവും. അത് യാത്രക്കിടെയാണ് പൊട്ടിമുളയ്ക്കാൻ സാധ്യത. ജൂൺ, ഏപ്രിൽ, മെയ്, ഫെബ്രുവരി, മാർച്ച്, ഓഗസ്റ്റ് മാസങ്ങൾ, പ്രത്യേകിച്ചും 2, 3, 4, 5, 6, 8, 10, 11, 12, 14, 15, 17, 24, 26 ഈ ദിവസങ്ങളായിരിക്കും ഈ വർഷം ഞാൻ ഈ പറഞ്ഞ മാസങ്ങളിൽ ഏറ്റവും നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പറ്റുന്നതായ ദിവസങ്ങളെന്ന് പറയുകയായിരുന്നു. പിന്നെ ജീവിതത്തെ സ്വാധീനിക്കുന്നതോ ഇളക്കി മറിക്കുന്നതോ ആയിരിക്കും ആ ദിവസങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ, അല്ലെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തികളുടെ പ്രേരണ അല്ലെങ്കിൽ അവരുടെ ഇൻവോൾവ്മെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എന്നർത്ഥം.
ജനുവരി ഒക്ടോബർ മാസങ്ങൾ, ജനുവരി ഒക്ടോബർ നവംബർ മാസങ്ങൾ അത്ര നല്ലതല്ല. ഗർഭാശയം, ഓവറി, പുരുഷൻ്റെ പ്രത്യുൽപാദന അവയവങ്ങൾ, പ്രോസ്റ്റേറ്റ്, കിഡ്നി, മൂത്രനാളികൾ, ഹൃദയം, പാൻക്രിയാസ്, സന്ധികൾ അഥവാ ജോയിൻറ്റ്സ് ഇവിടങ്ങളിലൊക്കെ അസുഖമുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ജോയിൻറ്റ്സിൽ, അതായത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, അതേപോലെ ഗൗട്ട് എന്ന് പറഞ്ഞ അസുഖം, LSE പോലുള്ള ചില ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ, പ്രോസ്റ്റേറ്റ് പ്രോബ്ലം, ഗർഭാശയത്തിലും ഓവറിയിലും വരുന്ന മുഴകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വരാനായിട്ട് സാധ്യതയുണ്ടെന്നർത്ഥം. പിന്നെ ജനിതക രോഗങ്ങളെന്ന് പറയും. കൺജനിറ്റലായിട്ടുള്ള കുറേ അസുഖങ്ങൾ മനുഷ്യന് വരും, ജന്മസിദ്ധമായിട്ട് നൈസർഗികമായിട്ട് നമ്മളിൽ വന്നു ചേരാൻ രോഗങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെ പോലെയുള്ളത്. അപ്പോൾ അത് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്ന വർഷവും ഇതാണ്. 2025 നിങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രോഗമുണ്ട് എന്ന് തെളിയും എന്നർത്ഥം. പിന്നെ റഷ്യ, അസർബൈജാൻ, മലേഷ്യ, തായ്ലൻഡ്, അയർലൻഡ്, ജപ്പാൻ, ഇസ്രായേൽ എന്നിവിടങ്ങളിലേക്ക് യാത്രയുണ്ടാകും. അതുപോലെ ജോലി അന്വേഷിച്ചാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പിക്നിക്കോ അല്ലെങ്കിൽ അതേപോലെ ഹോളിഡേ ട്രിപ്പ് ആവാം, ഒക്കെ ചെയ്യാം. ഒരു സർപ്പക്കാവ് കണ്ടെത്തുകയും അത് പുനരുദ്ധരിക്കാനായിട്ടുള്ള നടപടി എടുക്കുകയും ചെയ്യും. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ ആ സർപ്പക്കാവ് പരിഹരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റങ്ങൾ പരിഹരിക്കാനും അതിൻ്റെ വൈകല്യങ്ങൾ നീക്കാനുമായിട്ട് നിങ്ങൾ ചിലവാക്കും. ഭദ്രകാളി ക്ഷേത്രം, സുബ്രഹ്മണ്യ ക്ഷേത്രം എന്നിവ പുതുക്കാനോ പുനരുദ്ധരിക്കാനോ ഉള്ള ചുമതലകൾ നിങ്ങൾക്ക് വന്നു ചേരും. പിന്നെ അതുപോലെ തിരുച്ചെന്തൂരോ പളനിയിലോ പോയി സുബ്രഹ്മണ്യ സ്വാമിയെ കാണാൻ ശ്രമിക്കും. ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി ആയിട്ട് ചിലപ്പോൾ നിങ്ങളെ തിരഞ്ഞെടുത്തേക്കും. പിന്നെ ചില ആളുകളുടെ പേര് പറയുന്നുണ്ട്: പ്രീത, മോഹൻ, അനൂപ്, വൃന്ദ, അജിത, ഷേർലി, ഉമ, ബെനഡിക്റ്റ്, ഫാസിൽ, മുകുന്ദൻ എന്നിങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ. പിന്നെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങളെ സഹായിക്കാൻ വിജയകുമാർ, സതീശൻ, ഹമീദ് എന്ന ചില 3 വ്യക്തികൾ വന്നേക്കും. കുടുംബത്തിൽ ബുദ്ധിമാന്ദ്യമുള്ളൊരു കുഞ്ഞ്, ഓട്ടിസമോ മംഗോളിസമോ ഉള്ള കുട്ടി പിറക്കും, അത് ജനിക്കും. പിന്നെ വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, കിഴക്ക് ദിക്കുകളിൽ നിന്ന് സഹായങ്ങൾ, വിവാഹാലോചനകൾ എന്നിവയൊക്കെ തന്നെ വരും. പിന്നെ ദീർഘകാലമായിട്ട് 6 മുതൽ 10 കൊല്ലമായിട്ട് കുട്ടികളില്ലാതിരുന്ന ദമ്പതികൾക്ക് സന്താനമുണ്ടാകുന്നതായിട്ട് മനസ്സിലാവും. ഇരട്ടക്കുട്ടികളുണ്ടാകുന്ന ചില ദമ്പതികളെയും കാണുന്നുണ്ട്. പിന്നെ വിമാനയാത്രകൾ ധാരാളമുണ്ടാകും. ഹിമാലയൻ പർവ്വതനിരകളിലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കും. പിന്നെ വിഷജന്തുക്കളുടെ ശല്യമുണ്ടാകും. വിഷജന്തുക്കളുടെ കടി ഏറ്റാൽ അത്ഭുതപ്പെടാനില്ല. പിന്നെ അതേപോലെ തന്നെ നൃത്തം, ചിത്രരചനാ മത്സരങ്ങൾ, മത്സര പരീക്ഷകൾ എന്നിവയിലൊക്കെ തന്നെ വിജയിക്കാനും വളരെ വളരെ സാധ്യതയുണ്ട്. പിന്നെ ഒരു സംഖ്യായന്ത്രം കൊടുത്തിട്ടുണ്ട്. അതിൽ ചെമ്പിലോ വെള്ളിയിലോ മോതിരമായിട്ടോ പെൻഡൻ്റായിട്ടോ വരച്ച് ധരിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതാണ്. പിന്നെ വീടിന് ഒരുപാട് അറ്റകുറ്റപ്പണികൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. 10,000 രൂപ വീടിൻ്റെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന് വേണ്ടി ചിലവാക്കും. കൃഷിത്തോട്ടം, എസ്റ്റേറ്റ് എന്നിവയൊക്കെ വാങ്ങും. അവയിൽ ഒന്നിലൊരു ഭൈരവ ക്ഷേത്രം കൂടി, ചിലപ്പോൾ യക്ഷിണിയും വനദുർഗയും കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുക. എന്തായാലും ശരി, 6, 15, 24കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ഫലമാണ്. ഒരുപാട് ഖ്യാതിയും മറ്റു കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പോലും അതിൻ്റെ കൂടെ ചില നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൂടി ഉണ്ടാവും. അത് സഹിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ യു നീഡ് ടു ലേൺ ടു ലിവ് വിത്ത് ദാറ്റ്. അത്രേ ഉള്ളൂ. ഓൾ പാർട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഏഴ്, 16, 25 തീയതികളിൽ ജനിച്ചവരുടെ 2025 ഫലങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. 2025 അവർക്ക് എന്തെല്ലാം തരത്തിലുള്ള അനുഭവങ്ങളാണ് പ്രതീക്ഷിക്കാൻ പറ്റുന്നതെന്നാണ് അതിൽ പറയുന്നത്. ഈ വർഷം എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇയർ ഓഫ് ഫ്രണ്ട്ഷിപ്സ് എന്നാണ്. 7, അതേപോലെ 16, 25 തീയതികളിൽ ജനിച്ചവർക്ക് പുതിയ പുതിയ സൗഹൃദ ബന്ധങ്ങളുണ്ടാകുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സൗഹൃദങ്ങളുടെ ശക്തമായൊരു സ്വാധീനം 2025, 26, 27 3 വർഷം നിങ്ങളുടെ ജോലിയിലും പൊതുപ്രവർത്തനത്തിലും കുടുംബ ബന്ധങ്ങളിലുമൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതായത് ദിസ് ഇയർ യു ആർ ഗോയിങ് ടു ഡെവലപ്പ് സം ഫ്രണ്ട്ഷിപ്സ്, ദ ഇമ്പാക്റ്റ് ഓഫ് വിച്ച് വിൽ ലാസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് 2 to 3 years or so എന്നാണ്. അതായത് ഇപ്പോൾ ഉണ്ടാകുന്ന സൗഹൃദങ്ങളുടെ പിന്നെ പരിണത ഫലം എന്നല്ല, അതിൻ്റെ സ്വാധീനം, എൻ്റെ
ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് അടുത്ത 2-3 വർഷങ്ങളിൽ ഉണ്ടാവും തീർച്ചയായിട്ടും. കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും പൊതുപ്രവർത്തനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും. പിന്നെ ഒരുപാട് തരത്തിലുള്ള നല്ല ഫലങ്ങളുണ്ട്. പ്രൊഫഷണലി യു വിൽ ബി വെരി ഗുഡ്. യു വിൽ ബി, എനിക്ക് തോന്നുന്ന പ്രൊമോഷൻ ഉണ്ടാവും. അതേപോലെ ഉന്നത പദവികൾ, ചില പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗുഡ് സർവീസ് എൻട്രി പോലുള്ളത്, അതേപോലെ തന്നെ വേറെ ചില അവാർഡ്സ്, പിന്നെ റെക്കഗ്നീഷൻസ്, ഡിസ്റ്റിങ്ഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. സമൂഹ മധ്യത്തിലൊക്കെ തന്നെ നല്ല അംഗീകാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപാട് ആളുകൾ നിങ്ങളെ അംഗീകരിക്കും എന്നർത്ഥം. പിന്നെ പുതിയ വീടുണ്ടാകും, പുതിയ കാറുണ്ടാകും. ആ കാറെന്നൊക്കെ പറഞ്ഞാൽ ലക്ഷറി കാറായിരിക്കും. ഇറ്റ് വുഡിൻ ബി an ordinary car. പിന്നെ ഓൺ ദി അതർ ഹാൻഡ് ഇറ്റ് വിൽ ബി ഒരു കുറച്ചുകൂടി ലക്ഷൂറിയസ് ആയിട്ടുള്ള ലക്ഷറി കാറായിരിക്കും അത്. അതേപോലെ തന്നെ പുതിയ വീടും ഉണ്ടാവും. വീടെന്ന് പറഞ്ഞാൽ വളരെ വിസ്തൃതമായിട്ടുള്ള പെലേഷ്യലായിട്ടുള്ളൊരു വീടൊക്കെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒന്നുകിൽ കിട്ടും അല്ലെങ്കിൽ വാങ്ങും. അതേപോലെ ശാസ്ത്രരംഗത്ത് ചില കണ്ടുപിടുത്തങ്ങൾ, പ്രത്യേകിച്ച് അണുജീവികളെക്കുറിച്ച്, അലർജിയെക്കുറിച്ച്, ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്കുള്ള മരുന്നുകളെക്കുറിച്ച്, പ്രതിരോധ വർദ്ധക ഔഷധങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ, അതായത് ഫിസിയോളജി, മെഡിസിൻ, ഫാർമക്കോളജി, അതേപോലെയുള്ള വിഷയങ്ങൾ, ബയോകെമിസ്ട്രി തുടങ്ങിയിട്ടുള്ള പിന്നെ ഡിസിപ്ലിൻസ്, പ്യുവർ മെഡിക്കൽ ഇതല്ല, അല്ലാതെ അപ്ലൈഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതർ ഡിസിപ്ലിൻസ് റിലേറ്റഡ് ടു മെഡിസിൻ ആൻഡ് ഫിസിയോളജി, അങ്ങനെ ഉണ്ടാവാം. ഇൻ്റർ ഡിസിപ്ലിനറി സബ്ജക്ട്സ് എന്ന് പറയും. അപ്പോൾ അതിലൊക്കെ കുറേയധികം റിസർച്ചൊക്കെ നടക്കും. അതിനെ കുറേ അവാർഡ് കിട്ടും. അതിനകത്ത് കുറച്ച് അക്സെപ്റ്റൻസ് അഥവാ സ്വീകാര്യതയൊക്കെ ലഭിക്കും എന്നർത്ഥം. ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, സെപ്റ്റംബർ മാസങ്ങൾ, പ്രത്യേകിച്ചും ആ മാസങ്ങളിൽ 2, 6, 8, 9, 15, 17, 18, 20, 24 തീയതികൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഗുണപ്രദമായ തീയതികളാണ്. അന്നൊക്കെയാണ് ഈ തരത്തിലുള്ള അക്സെപ്റ്റൻസും അവാർഡ്സും ഡിസ്റ്റിങ്ഷൻസൊക്കെ കിട്ടുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ നിയമനങ്ങൾ ലഭിക്കുക, പുതിയ ചുമതലകൾ വഹിക്കാനുള്ള പിന്നെ കോൾ ലെറ്റേഴ്സ് കിട്ടുക, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. പക്ഷെ മാർച്ചും ജൂലൈയും നവംബറും മാസങ്ങൾ നല്ല മെച്ചമല്ല. കുറേയധികം ഇകഴ്ത്തലുകളും കരിയറിനെ കുറിച്ചും പ്രൊഫഷനെ കുറിച്ചുമുള്ള മോശപ്പെട്ട റിമാർക്കുകൾ, ചിലർക്ക് സസ്പെൻഷനോ അതേപോലെ ഡിമോഷനോ ഒക്കെ തന്നെ ഉണ്ടായിക്കൂടായികയില്ല. പിന്നെ പടിഞ്ഞാറ്, തെക്ക്, വടക്ക് പടിഞ്ഞാറ് ദിക്കുകളിൽ നിന്നാണ് ശുഭവാർത്തകളും സന്ദേശങ്ങളുമൊക്കെ എത്തിച്ചേരുക. കാരണം എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് സന്തോഷമുണ്ടാക്കുന്ന, മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന, നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ അഥവാ സംതൃപ്തി തരുന്ന തരത്തിലുള്ള സതുദ്ദേശ്യപരമായിട്ടുള്ള ഒരുപാട് മെസ്സേജസും ഒരുപാട് പിന്നെ കമ്മ്യൂണിക്കേയും ഒക്കെ നമുക്ക് കിട്ടും എന്നർത്ഥം. പിന്നെ ദീർഘകാല കാത്തിരിപ്പിന് ശേഷം ആൺകുഞ്ഞുങ്ങൾ പിറക്കും. ആൺകുഞ്ഞുങ്ങളെ ആഗ്രഹിച്ചിരിക്കുന്ന പലർക്കും ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാകും എന്നർത്ഥം. അതിവേഗത്തിലുള്ള ഡ്രൈവിങ്, സാഹസിക പ്രവർത്തനങ്ങൾ, മൗണ്ടനിയറിങ് ഇവ ഒഴിവാക്കണം എന്നർത്ഥം. ഇരട്ട പെൺകുട്ടികൾ, ട്വിൻ ഗേൾസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയും 2025 കൂടുതലാണ്. പിന്നെ ചില പ്രണയബന്ധങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ ബന്ധങ്ങൾ ഹ്രസ്വകാലത്തേക്ക് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ഒരുപാട് കാലം നിലനിൽക്കുന്ന പ്രണയബന്ധങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഈ വർഷത്തിൽ ഈ നമ്പറുകാർക്ക് കുറവാണ്. പിന്നെ പരമേശ്വരൻ, അശോക്, വിപിൻ, സജി, ഷീജ, ആർദ്ര, രാമേന്ദ്രൻ, സതി, ചിത്ത, ആതിര എന്നിങ്ങനെ ചില പേരുകൾ കാണുന്നു. അതേപോലെ തന്നെ യൂനുസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് കാണുന്നു. റഹ്മാൻ എന്ന് പറഞ്ഞൊരു പേര് കാണുന്നു. അഞ്ജു, പവിത്ര തുടങ്ങിയിട്ടുള്ള ചില പേരുകൾ കാണുന്നു. അപ്പോൾ ഇവരൊക്കെ എനിക്ക് തോന്നുന്നു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് പരിചയത്തിലായി പിൽക്കാലത്ത്, എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 3-4 വർഷം നീണ്ടു നിൽക്കുന്ന ചില ബന്ധങ്ങളോ ചില പരിചയങ്ങളോ സൗഹൃദ ഭാവങ്ങളോ ഒക്കെ ആയിക്കൂടായികയില്ല. അതേ മേ ബി എഫക്റ്റിംഗ് യു പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി. പിന്നെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചില കാര്യങ്ങളിൽ ഇവർ ചില പങ്കു വഹിച്ചേക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സിംഗപ്പൂര്, UK, ചൈന, വാൻകൂവർ, ലിവർപൂൾ, നെതർലൻഡ്സ് എന്നീ സ്ഥലങ്ങളിൽ പഠന ജോലി സംബന്ധമായ ചില കാര്യങ്ങൾക്ക് പോകേണ്ടി വരും. ഒരു വിദേശിയായ വ്യക്തിയുമായിട്ട് വൈകാരികമായ അടുപ്പമോ വിവാഹബന്ധമോ ഉണ്ടാകാൻ സാധ്യത വളരെ ഉണ്ട്. അതായത് ഒരു മദാമയായിട്ടോ ഒരു സായിപ്പായിട്ടോ ബന്ധമുണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ട് അത് വിവാഹത്തിൽ അവസാനിക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ കോഹാബിറ്റേഷൻ അറ്റ്ലീസ്റ്റ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൽ നിഗൂഢശാസ്ത്രങ്ങൾ, സംഗീതം, കരാട്ടെ, നൃത്തം ഇവയുടെ പഠനം തുടങ്ങുന്നതാണ്. നിഗൂഢശാസ്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ പാമിസ്ട്രി ആവാം, ന്യൂമറോളജി ആവാം, എസ്ട്രോളജി ആവാം, റൂൺസ് ആവാം, ടാരറ്റ് ആവാം, അതേപോലെ എന്തുമാവാം, ഈച്ചിങ്ങോ, എനി ഒക്കൾട്ട് സയൻസ് ഫോർ ദറ്റ് മാറ്റർ, യു വിൽ ബിഗിൻ ടു സ്റ്റഡി സച്ച് തിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നൃത്തവും സംഗീതവും കരാട്ടയൊക്കെ പഠിച്ചു തുടങ്ങിയേക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
പിന്നെ ബന്ധുക്കളുമായിട്ട് കൂടുതൽ അടുക്കും. പിന്നെ പ്രമേഹം, മൂലക്കുരു, ഫിസ്റ്റുല, നേത്രരോഗങ്ങൾ, കഠിനമായ അലർജി ഇവയ്ക്ക് സാധ്യത വർദ്ധിക്കുന്നു. കവിത എഴുതാനുള്ള കഴിവുണ്ടെന്ന് കണ്ടെത്തുന്ന വർഷം അതാണ്. നമുക്കതിനെ കഴിവ് ഉണ്ടായേക്കാം. ചിലപ്പോൾ നമുക്ക് കവിത എഴുതാനുള്ള കഴിവുണ്ടാവും, കവനകല, കൗതുകമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് വെളിപ്പെട്ട് കാണത്തില്ല. നമ്മൾ യു മേ നോട്ട് ബി പ്രോബ്ലി അവെയർ ദറ്റ് ഡീപ്പ് ഡൗൺ ഇൻസൈഡ് ദർ ഈസ് ദാറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ലേർക്കിംഗ് ഇൻസൈഡ് യു. മനസ്സിലായില്ല. അപ്പോൾ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്തരത്തിലുള്ള കഴിവ് നമുക്കുണ്ട് എന്ന്. അപ്പോൾ ഈ വർഷം ഈ മേൽപ്പറഞ്ഞ നമ്പറുകാർക്കൊക്കെ ഇത്തരത്തിലുള്ള കഴിവുണ്ടെന്ന് ബോധ്യപ്പെടുന്നൊരു വർഷമാണെന്ന് അർത്ഥം. പിന്നെ ബുധനും വ്യാഴവും ഞായർ ദിവസങ്ങൾ വളരെ നന്നായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ ഇതിനകത്ത് ഞാനൊരു സംഖ്യായന്ത്രം കൊടുത്തിട്ടുണ്ട്, ഒരു ന്യൂമറിക്കൽ ടാലിസ്മൻ, ഒരു ന്യൂമറിക്കൽ യന്ത്ര. അത് വരച്ച് വലത് ചെമ്പിലോ വെള്ളിലോ ചെയ്ത് അത് പിന്നെ നിർമ്മിച്ച വലത് കൈയിലെ മോതിരവിരലിൽ മോതിരമായിട്ടോ കഴുത്തിൽ പെൻഡൻ്റായിട്ടോ ധരിക്കുന്നത് വളരെ വളരെ വിശേഷമാണ്. അത് ഒരുപാട് ഗുണത്തെ ചെയ്യും എന്ന് അനുഭവസ്ഥർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും എല്ലാവരും നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളേ അല്ല. ഒരുപാട് കാലമായിട്ട് പലരും വിളിച്ചു പറഞ്ഞും നേരിട്ട് വന്ന് പറഞ്ഞും അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് നോട്ട് ബൈൻഡിങ് ഓൺ യു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് വരച്ച് ധരിക്കാം. ധരിച്ചു കഴിഞ്ഞാൽ ഗുണമുണ്ടെങ്കിൽ പറയാം. ഇനി ഗുണമില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ പഴിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് ഭാരതീയ ആചാരമനുസരിച്ച് നമ്മുടെ ട്രഡീഷണൽ ഇന്ത്യൻ മെത്തേഡ്സാണ്, അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നതെന്നർത്ഥം. അപ്പോൾ ഞാനീ പറഞ്ഞ യന്ത്രം വെള്ളക്കടലാസിലോ വെളുത്ത കാർഡ്ബോർഡിലോ ചുവന്ന മഷി കൊണ്ട് വരച്ച് പേഴ്സിലോ പൗച്ചിലോ ഒക്കെ കൊണ്ട് നടക്കാം, ലാമിനേറ്റ് ചെയ്ത് കൊണ്ട് നടക്കാം. പിന്നെ അതേപോലെ മേശയുടെ വലിപ്പിൽ സൂക്ഷിക്കാം. പിന്നെ ഈ നമ്പറുകാർക്ക്, 7-ാം നമ്പറുകാർക്ക്, 7, 16, 25കാർക്ക് ജോലിയും ധനവും കുടുംബസുഖവും ഇതൊക്കെ ഈ യന്ത്രം കൊണ്ട് കിട്ടും. അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ സംജാതമാകും എന്നാണ് പരക്കെ വിശ്വസിക്കപ്പെടുന്നത്. 8, 17, 26 തീയതികളിൽ ജനിച്ചവരുടെ ഫലമാണ് പറയുന്നത്. 2025 അവർക്ക് അനുഭവവേദ്യമാകാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിവരണം. അതായത് വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളുടെ വർഷമായിരിക്കും അവർക്ക് ഈ 2025 പറയുന്നത്. പ്രാധാന്യമുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ കാലത്തുള്ള നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിലുള്ള ഒരുപാട് പ്രധാനപ്പെട്ട സംഭവങ്ങൾ, ആ സംഭവങ്ങളെ പിന്തുടർച്ച എന്ന വണ്ണം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ 2025 സംഭവിക്കും എന്നാണ്. ഞാൻ ഉദാഹരണം പറയുന്നത്, ഇപ്പോൾ ഒരു വസ്തു തർക്കത്തിൻ്റെ അതിൻ്റെ ഒരു കേസ് നടക്കുന്നു എന്ന് വിചാരിച്ചോളൂ. ആ കേസ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് വിധിച്ചു. അതിനെ തുടർന്നുള്ള ചില സംഭവ വികാസങ്ങൾ ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിനെ തുടർന്നുള്ള ചില സംഭവ വികാസങ്ങൾ നിങ്ങൾക്ക് 2025 പ്രതീക്ഷിക്കാം എന്നർത്ഥം. അതായത് ഒരു പക്ഷേ ആ കേസ് ജയിച്ചെങ്കിൽ പോലും അതിന് അപ്പീൽ അന്ന് കൊടുക്കാത്തവർ ചിലപ്പോൾ അപ്പീൽ ഈ വർഷം കൊടുത്തേക്കും എന്നർത്ഥം. അതേപോലെ തന്നെ ഇപ്പോൾ ബന്ധങ്ങൾ വേർപിരിയുന്ന കാര്യം, ഫാമിലി കോടതിയിലുള്ള ചില വെർഡിക്റ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുനഃപരിശോധിക്കപ്പെടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വീണ്ടും അതൊരു ലീഗൽ റിവ്യൂവിന് വിധേയമാക്കപ്പെടാൻ സാധ്യതയുള്ളൊരു വർഷമാണ് 2025 പറഞ്ഞതേ ഉള്ളൂ. മാറ്റങ്ങൾ പതുക്കെ ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അല്ല പെട്ടെന്ന് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് പെട്ടെന്ന് സഡൻ ചേഞ്ചസ് ഒന്നും വരാൻ പോകുന്നില്ല, പതുക്കെ വരത്തുള്ളൂ എന്നർത്ഥം. ചേഞ്ചസ് വരും, ബട്ട് ദ ചേഞ്ചസ് വിൽ ബി വെരി വെരി സ്ലോ ആൻഡ് സ്ലഗിഷ് എന്നാണ്. പിന്നെ ഉടൻ തന്നെ വേണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ചില മാറ്റങ്ങൾ നമുക്ക് വളരെ അനുകൂലമായിട്ടുള്ള മാറ്റങ്ങളായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ആ മാറ്റങ്ങളൊക്കെ പൊടുന്നനവേ സംഭവിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നതും നിർബന്ധ ബുദ്ധി കാണിക്കുന്നതും അനുചിതമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് വിൽ ബി ഔട്ട് ഓഫ് പ്ലേസ് എന്നല്ല, ഡോണ്ട് എക്സ്പെക്ട് എവറിത്തിങ് ടു ഹാപ്പൻ ഇൻ ക്വിക്ക് സക്സഷൻ. അത് പറ്റത്തില്ല. ഒന്നിനെ തുടർന്ന് ഒന്നെന്നുള്ള രീതിയിൽ ടക്ക് എന്ന് പറഞ്ഞ് പോകത്തില്ലെന്നർത്ഥം. കുറച്ച് താമസമൊക്കെ ഉണ്ടാവും എന്നർത്ഥം. പിന്നെ വളരെ ചിന്തിച്ച് അവധാനപൂർവ്വം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും ഇടയ്ക്കിടെ ഉണ്ടാകാനിടയുള്ള പ്രതിബന്ധങ്ങളെയും മാനസികമായ പ്രയാസങ്ങളെയും ധൈര്യത്തോടെ തരണം ചെയ്യുകയും ചെയ്താൽ വിജയമുറപ്പ് എന്നാണ്. അത് ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെയാണ്. തടസ്സങ്ങൾ നേരത്തെ മുൻകൂട്ടി കാണുക, തടസ്സങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ തടസ്സങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും, അതിൽ നിന്ന് എങ്ങനെ മുക്തി ഉണ്ടാകും എന്നുള്ളത് നേരത്തെ പ്ലാൻ ചെയ്തിട്ട് നല്ല ഓർഗനൈസ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങൾ വിജയിക്കും എന്നർത്ഥം. അത് ഇതും ആയിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായി സംഘടിപ്പിക്കാൻ
സാധിക്കണമെങ്കിൽ നല്ല പ്ലാനിങ് ആവശ്യമുണ്ട്. അപ്പോൾ 2025 പറയുന്നത് 8-17-26കാർക്ക് കുറേ നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ പോലും താമസിച്ചേ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ നല്ല ഫലങ്ങൾ ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ പ്ലാൻഡ് എഫർട്ട് ആവശ്യവുമാണ് എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞതെന്നർത്ഥം. പിന്നെ കാര്യങ്ങൾ കൂടുതൽ ഭംഗിയായിട്ട് സംഘടിപ്പിക്കാൻ നമുക്ക് ഈ വർഷം സാധിക്കും. അതേപോലെ തന്നെ പുതിയ പുതിയ ചില കാര്യങ്ങൾ തുടങ്ങും എന്നാണ്. സാധാരണ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഷോർട്ട് സ്റ്റേ ഹോമുകൾ, റിസോർട്ടുകൾ, അതേപോലെ തന്നെ തയ്യൽ സ്ഥാപനങ്ങൾ, IT സ്ഥാപനങ്ങൾ, ഇവയൊക്കെ തന്നെ ഈ വർഷം തുടങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ അവ വിജയിക്കുകയും ചെയ്യും എന്നർത്ഥം. വാങ്ങാനും തുടങ്ങാനും പറ്റിയ വർഷമാണ്. പക്ഷേ ചില വിൽപ്പനകൾ എന്ന് പറഞ്ഞാൽ സ്ഥലത്തിൻ്റെ വിൽപ്പന, വാഹനത്തിൻ്റെ വിൽപ്പന, വീട്ടിൻ്റെ വിൽപ്പന, വ്യാപാര സ്ഥാപനങ്ങളുടെ വിൽപ്പന, അതിൻ്റെയൊക്കെ ക്രയവിക്രയം അത്രയ്ക്കൊരു എന്താ പറയുക, അഭികാമ്യമായിട്ട് കാണുന്നില്ലെന്നർത്ഥം. എല്ലാം പറ്റൂല. പക്ഷെ സർക്കാർ ഇറക്കുന്ന കടപ്പത്രങ്ങൾ, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റുകൾ എന്നിവയ്ക്ക് പ്രശ്നമില്ല എന്ന് കാണുന്നു എന്നർത്ഥം. അപ്പോൾ പൈസ ഉണ്ടെങ്കിൽ ആ പൈസ പ്രോപ്പറായിട്ട് വിനിയോഗിക്കാനുള്ള പുതിയ പുതിയ പദ്ധതികൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. യു ക്യാൻ ട്രൈ ഔട്ട് ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസീസ് ഓർ പ്രോഗ്രാംസ്. അതിനകത്ത് അങ്ങനെ ഒരു വിലക്കുകൾ കാണിച്ചിട്ടില്ലെന്നർത്ഥം. ഊഹക്കച്ചവടങ്ങൾ, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓഹരി ബിസിനസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. പിന്നെ അധികാര സ്ഥാനങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഒരുപാട് പുതിയ പുതിയ പോസ്റ്റിങ്സ് ഇപ്പോൾ ഒഫീഷ്യൽസായിട്ടോ ഏതെങ്കിലും ചില പ്രത്യേക സ്ഥാപനങ്ങളുടെ ഹെഡായിട്ടോ ഒക്കെ കിട്ടിക്കൂടായികയില്ല. രാഷ്ട്രീയത്തിലോ സിവിൽ സർവീസിലോ പ്രതിരോധ സേനകളിൽ, ഡിഫൻസ് സർവീസസിലോ ഒക്കെ തന്നെ വളരെ ഉയർന്ന പോസ്റ്റുകളോ അല്ലെങ്കിൽ പൊസിഷൻസോ കിട്ടിയേക്കാം എന്നാണ് പറയുന്നത്. അതേപോലെ നീതിന്യായ നിർവഹണ രംഗത്തും സ്ഥാനമാനങ്ങളൊക്കെ കിട്ടും, പ്രൊമോഷൻ ലഭിച്ചേക്കും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിലും പറയുന്നുണ്ടെന്നർത്ഥം. അപ്പോൾ അതിർത്തി സേനകൾ, മിലിറ്ററി, എൻഫോഴ്സ്മെൻറ്റ് എന്നീ സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് സംഘർഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ മുറിവ് പറ്റാനിടയുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളായിട്ട് അതിൽ പറയുന്നത്. അതായത് കഴുത്ത്, കണ്ണ്, നെഞ്ച്, കൈകാലുകൾ, സ്പൈൻ അഥവാ നമ്മുടെ ഇതുണ്ടല്ലോ, എന്താണ് പറയുന്നത്, നമ്മുടെ സുഷുമ്നാ കാണ്ഡം, ഇതിനൊക്കെ പരിക്കു പറ്റാനിടയുണ്ട്. ചില തർക്കങ്ങളിലൊക്കെ പോയി, അതായത് ഉദാഹരണത്തിന് ജമ്മു ആൻഡ് കാശ്മീറോ അല്ലെങ്കിൽ മറ്റ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോ, ഇന്ത്യ ചൈന അതിർത്തി, അല്ലെങ്കിൽ അതേപോലെയുള്ള പാകിസ്ഥാൻ അതിർത്തി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പട്ടാളത്തിൽ അല്ലെങ്കിൽ ഫ്രോണ്ടിയർ ഫോഴ്സസിലൊക്കെ പോയി സെർവ് ചെയ്യുന്ന ആൾക്കാർക്ക് സംഘർഷങ്ങളിൽ ഗുരുതരമായ പരിക്കു പറ്റാനിടയുണ്ട്. അതുകൊണ്ട് ദേവീ മഹാത്മ്യത്തിലെ കവചസ്തോത്രം അഥവാ ഭൈരവാഷ്ടകം ഇവ ചൊല്ലുന്നത് നന്നായിരിക്കും ഈ ജവാന്മാരൊക്കെ തന്നെ. പിന്നെ ട്രാൻസ്പോർട്ട്, വന്യജീവി, വിനോദസഞ്ചാര വകുപ്പുകളിൽ ജോലി ലഭിച്ചേക്കും എന്നാണ്. ഫോറസ്റ്റ്, അതേപോലെ തന്നെ ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, അതേപോലെ ട്രാൻസ്പോർട്ട് പോലെയുള്ളത്, ഫയർ സർവീസ്, പോലീസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഫെബ്രുവരി, ഈ വർഷം ഫെബ്രുവരി, മാർച്ച്, ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ മാസങ്ങൾ, പ്രത്യേകിച്ചും ഈ മാസങ്ങളിൽ 2, 4, 6, 8, 11, 13, 15, 17, 22, 24 തീയതികൾ വളരെ വളരെ വിശേഷമാണ് എന്നാണ് പറയുന്നത്. വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലി കിട്ടാനും ജോലി തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനും ഒക്കെ ഏറ്റവും പറ്റിയ ദിവസങ്ങളാണ്. പക്ഷേ ഈ മാസത്തിലെ തന്നെ 3, 5, 12, 16, 19, 21 തീയതികൾ വളരെ മോശമാണെന്നർത്ഥം. പിന്നെ ഈ ഒരാഴ്ച എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ബുധനാഴ്ചയും അതേപോലെ തന്നെ വെള്ളിയാഴ്ചയും ദിവസങ്ങൾ വളരെ സുപ്രധാന സംഭവങ്ങൾ ഈ വർഷം ബുധനാഴ്ചയും വെള്ളിയാഴ്ചയായിരിക്കും നടക്കുക എന്നർത്ഥം. പിന്നെ കുറേ പേരുകളും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ന്യൂമറോളജിക്കലി കുറേ പേരുകൾ ഈ വർഷത്തിൽ ഈ നമ്പറുകളിൽ ജനിച്ചവർക്ക് പരിചയപ്പെടുന്നു പറഞ്ഞിട്ടുണ്ട്. ശാന്തി, റജി, ലളിത, ആനി, സരിത, മധു, പ്രിയങ്ക, ലീന കുര്യൻ, ഇന്ദു വാര്യർ, ഷംന എന്നിങ്ങനെ ചില വ്യക്തികളെ പരിചയപ്പെടാനിടയുണ്ട്. അപൂർവ ആധ്യാത്മിക അനുഭൂതികൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. മാർച്ചിലോ സെപ്റ്റംബറിലോ ഗുരുവിനെ കണ്ടുമുട്ടും. ഗുരുവിനെ കണ്ടുമുട്ടാനായിട്ട് നിശ്ചിത സന്ദർഭങ്ങളും സമയവും ഉണ്ട്. അപ്പോൾ മാത്രമേ ഗുരുസമാഗമം നമുക്ക് സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ മാർച്ചിലോ സെപ്റ്റംബറിലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്താനായിട്ട് പറ്റും എന്നർത്ഥം. അതേപോലെ തന്നെ ട്രെയിൻ യാത്രയ്ക്കിടയിലായിരിക്കും ഈ ഗുരുശിഷ്യ സമാഗമം. യു ആർ ഗോയിങ് ടു മീറ്റ് യുവർ ഗുരു ഇൻ വൺ ഓഫ് ദി ട്രെയിൻ ജേർണീസ്. ട്രെയിനിൽ സഞ്ചരിക്കുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഗുരുവിനെ കണ്ടെത്താൻ പറ്റുക. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു സംഖ്യായന്ത്രം കാണിച്ചു തരുന്നുണ്ട്. ആ സംഖ്യായന്ത്രം ചെമ്പിലോ വെള്ളിയിലോ ചെയ്യിച്ച അണിവിരലിൽ മോതിരമായി ധരിക്കുകയോ മാലയിൽ കൊരുത്ത പെൻഡൻ്റായിട്ട് ധരിക്കുകയോ ചെയ്യുന്നത് നല്ലതാണെന്ന്
പുരാതന ഭാരതീയ സംവിധാനത്തിൽ പറയുന്നുണ്ട്. അത് വെള്ളക്കടലാസിലോ കാർഡ്ബോർഡിലോ ചുവന്ന മഷി കൊണ്ട് വരച്ച് ലാമിനേറ്റ് ചെയ്ത മേശയിലോ പേഴ്സിലോ സൂക്ഷിക്കുന്നതും വളരെ നല്ലതാണ്. അതായത് ഇപ്പോൾ ചെമ്പിലോ വെള്ളിയിലോ ഇത് ചെയ്യിച്ച് വയ്ക്കുന്നത് പോലെ തന്നെ അത്രത്തോളം തന്നെ എഫക്റ്റീവാണ് കട്ടി വെള്ളക്കടലാസിൽ ചുവന്ന മഷി കൊണ്ട് വരച്ച് ലാമിനേറ്റ് ചെയ്ത് പേഴ്സിലോ പൗച്ചിലോ പോക്കറ്റിലോ ഒക്കെ സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ മേശയ്ക്കകത്തുള്ള ഡ്രോയറിൽ സൂക്ഷിക്കുന്നതെന്നർത്ഥം. ഒമ്പത്, 18, 27 തീയതികളിൽ ജനിച്ചവർക്ക് എത്തരത്തിലുള്ള അനുഭവങ്ങളാണ് 2025 ഉണ്ടാകുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2025 എന്ന് പറയുന്നത് ഈ നമ്പറുകാർക്ക് വളരെ ക്രിയാത്മകമായൊരു വർഷമാണ്. ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ടാവും. സോ ദേ വിൽ ഹാവ് സോ മെനി തിങ്സ് ടു ഡു, അക്കംപ്ലിഷ് അല്ലെങ്കിൽ അറ്റൈൻ ഈ 2025. പിന്നെ ഒരുപാട് സാഹസിക പര്യടനങ്ങൾക്ക്, പ്രത്യേകിച്ച് ധ്രുവപ്രദേശങ്ങൾ, അതേപോലെ തന്നെ ആൽപ്സ് പർവ്വതനിരകൾ, ആമസോൺ വനാന്തരങ്ങൾ, ഭാരതത്തിനകത്ത് തന്നെയുള്ള അഡ്വഞ്ചർ ടൂറിസം കേന്ദ്രങ്ങൾ, ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ പോകുന്നതിനുള്ള അപൂർവ സന്ദർഭങ്ങൾ, അപൂർവ അവസരങ്ങൾ അവർക്ക് കരഗതമാകും. ആ സാഹചര്യങ്ങൾ അവർക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അവർ താല്പര്യപ്പെടുന്ന ആ സാഹചര്യങ്ങൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് വന്നു ചേരും എന്നാണ് പറയുന്നത്. പിന്നെ ഇതോടൊപ്പം ഇത് നല്ല കാര്യം. മോശപ്പെട്ടൊരു കാര്യം എന്ന് വെച്ചാൽ വഴക്കുകൾ, വക്കാണം, വാക്കുതർക്കങ്ങൾ എന്നിവ ഉണ്ടാവും. ആവശ്യമില്ലാത്ത ഓരോ ആർഗ്യുമെൻറ്റ്സ് അഥവാ വാദപ്രതിവാദങ്ങളിലൊക്കെ ഭാഗഭാക്കാകേണ്ടി വരും. ചിലരുണ്ട് വഴിയിലിങ്ങനെ ബസ്സിൽ പോകുന്ന ആളായിരിക്കും, വഴിയിലൊരു അടിപിടിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, കത്തിക്കുത്തോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അതിനകത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങി അതിലിടപെട്ട് ഏതെങ്കിലും ഒരു വശം പിടിച്ച് അവസാനം ഇയാൾക്ക് കത്തിക്കുത്ത് കൊള്ളുകയോ അല്ലെങ്കിൽ ഇയാൾ ആരെങ്കിലും കത്തിയിട്ട് കുത്തുകയോ ചെയ്യുമെന്ന് പറയാറുണ്ട് തമാശയ്ക്ക് പണ്ട്. അതായത് വഴിയെ പോണ വയ്യാവേലി തലയിൽ വലിച്ചു വയ്ക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള അനുഭവങ്ങളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ വന്നു ചേരും. വളരെ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. സോ ആസ് ഫാർ ആസ് പോസിബിൾ അവോയ്ഡ് ആർഗ്യുമെൻറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ സ്പോർട്സ് ഗെയിംസ് എന്നിവയിൽ സമ്മാനം നേടുക മാത്രമല്ല, അന്താരാഷ്ട്ര സ്പോർട്സ് ഗെയിംസ് മത്സരങ്ങളിൽ പ്രത്യേകിച്ച് റൈഫിൾ ഷൂട്ടിങ്, അതേപോലെ ആർച്ചറി, സ്വിമ്മിങ്, ഫെൻസിങ് എന്ന് പറഞ്ഞാൽ വാൾപ്പയറ്റ്, കരാട്ടെ, പഞ്ചഗുസ്തി, ഓട്ടം, ജാവലിൻ ത്രോ ഇനങ്ങളിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിക്കും. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ഇന്ത്യക്കാരന് ലോക ചെസ് പദവി ലഭിച്ചല്ലോ, ചെസ് ചാമ്പ്യനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ വലിയ വലിയ മത്സരങ്ങളിൽ, ലോകോത്തരമായിട്ടുള്ള അല്ലെങ്കിൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന വലിയ വലിയ മത്സരങ്ങളിൽ പങ്കെടുത്ത്, അതിപ്പോൾ ഏഷ്യ തലത്തിൽ നടത്തുന്നതാവാം, ലോകതലത്തിൽ നടത്തുന്നതാവാം, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ ദേശീയ മത്സരമാകാം, പങ്കെടുത്ത് പ്രൈസുകളൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുള്ളൊരു മാസമാണ്, ഒരു വർഷമാണ്. ചില സ്ത്രീകൾ രംഗപ്രവേശം ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ കുട്ടിച്ചോറാക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അവർ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യും. സോ ദർ ആർ ടു ഓപ്ഷൻസ്. സം ഓഫ് ദീസ് പീപ്പിൾ വിൽ ബി ഇംപ്രൂവിങ് യുവർ ലൈഫ്, ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. അവർ നിങ്ങളുടെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ഒക്കെ ചെയ്യും, സഹകരിക്കും. വേറെ ചിലർ വന്ന് നിങ്ങളുടെ ജീവിതത്തെ ക്രമാതീതമായിട്ട് സ്വാധീനിച്ച് നിങ്ങളുടെ ജീവിതത്തെ ആകെ ഒരു കുട്ടിച്ചോറാക്കാനും സാധ്യതയുണ്ടെന്നർത്ഥം. ഇതേപോലെ തന്നെ പുരുഷന്മാരും നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില പുരുഷന്മാർ വന്ന് നിങ്ങളുടെ ജീവിതത്തെ താറുമാറാക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കണം. സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ബോത്ത് വേയ്സ് വളരെ ബോത്ത് ഓഫ് യു നീഡ് ടു ബി യു നീഡ് ടു ബി വെരി കോഷ്യസ് ആൻഡ് പ്രൂഡൻറ്റ്. അത് വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. പിന്നെ ചില ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങും, ബേക്കറി, സ്പോർട്സ് ഗുഡ്സിൻ്റെ വിൽപ്പന, അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ തുടങ്ങും. ഇതൊക്കെ തന്നെ വിജയിക്കുകയും ചെയ്യും എന്നർത്ഥം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഹോട്ടലുകൾ, അപ്ഹോൾസ്റ്ററികൾ, ട്യൂഷൻ സ്ഥാപനങ്ങൾ എന്നിവ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകാനും സാധ്യതയുണ്ട് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം എല്ലാം വിജയമല്ല, കുറേയൊക്കെ നന്നായിരിക്കും, കുറേ പരാജയപ്പെടും. അതുകൊണ്ട് ഞാൻ പരാജയപ്പെടുന്ന സംരംഭങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, മെയ്, ഒക്ടോബർ മാസങ്ങളിലുള്ള 1, 2, 3, 6, 8, 10, 11, 12, 26 തീയതികൾ എല്ലാ സംരംഭങ്ങൾ തുടങ്ങാനും വളരെ നന്നായിരിക്കും. എന്നാൽ 6, 8, 15, 17, 28 തീയതികൾ നേൽപ്പറഞ്ഞ മാസങ്ങളിൽ അത് ഒട്ടും തന്നെ ശോഭനമായിട്ട് തോന്നുന്നില്ല. ചൊവ്വ, ബുധൻ, വെള്ളി, ശനി ദിവസങ്ങൾ പൊതുവേ സുഖകരമായിട്ട് നമുക്ക് അനുഭവപ്പെടും. പിന്നെ നാഡീഞരമ്പുകൾ, കരൾ, തലച്ചോറ്, കഴുത്ത്, ത്വക്ക്, കൈകാലുകളിലെ സന്ധികൾ എന്നിവയ്ക്ക് അസ്വസ്ഥത വന്നേക്കാം. പ്രത്യേകിച്ച് നെർവസ് പ്രോബ്ലംസ് ഉണ്ടാകാം, ന്യൂറോ പ്രോബ്ലംസ്. ഇപ്പോൾ പാർക്കിൻസൺസ് പ്രോബ്ലം ഉണ്ടാവാം, അതേപോലെ ഡിമെൻഷ്യ പോലെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം, അതേപോലെ ഭയങ്കരമായിട്ടുള്ള ഫിറ്റ് പോലെ വരാം,
അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ചില ട്യൂമർ വളർച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നേക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധ്യതകൾ അതിൻ്റെ അകത്തുണ്ടെന്നർത്ഥം. വെളിയിൽ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പാരീസ്, ജപ്പാൻ, അലാസ്ക, അർജൻറ്റീന, നോർവേ, ഐസ്ലൻഡ്, കനേഡിയൻ ആർട്ടിക് എന്നിവിടങ്ങളിൽ പോകാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോകാനായിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടിക്കൂടായികയില്ല. അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് എന്തെങ്കിലും സാഹസിക ഉദ്യമങ്ങൾ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള എക്സ്പെഡിഷൻസ്, ഇവിടെ പോയി പര്യവേഷണങ്ങൾ നടത്തുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ വരുന്നുണ്ട്. പിന്നെ കുറേ പേരുകളും പറയുന്നുണ്ട്. ജീവൻ എന്ന് പറഞ്ഞ പേര്, ഷെറീന്, ഗീതു, ലിസ, വന്ദന, അജിത് കുമാർ, പ്രേമൻ, അതേപോലെ പ്രകാശ്, ലവ്ലി എന്ന് പറയുന്നൊരു പേര്, ഉണ്ണികൃഷ്ണൻ, നദീറ, അഞ്ചു, പിന്നെ ജമാൽ എന്ന് പറഞ്ഞൊരു പേര്. ഇങ്ങനെ ഒരുപാട് പേരുകൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ചിലരൊക്കെ ഈ പറഞ്ഞ പേരിലുള്ള ചില ആളുകളൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും എന്നുള്ളത് നിസ്തർക്കമാണ്. വേറെ ചിലർ നെഗറ്റീവായിട്ടും സ്വാധീനിച്ചേക്കും എന്നർത്ഥം. പിന്നെ അതേപോലെ തന്നെ വിനീഷ്, ഹസൻ, ശ്രീലക്ഷ്മി എന്നീ വ്യക്തികളെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സഹായിച്ചേക്കും, നിങ്ങളെ എന്തെങ്കിലും തരത്തിൽ സഹായിച്ചേക്കും എന്നാണ്. പിന്നെ ലോട്ടറി, ചിട്ടി എന്നിവയൊക്കെ കിട്ടാൻ പറ്റിയ ഒരു വർഷമാണിത്. വീടിൻ്റെ അറ്റകുറ്റപ്പണികൾ, ഗാർഹികോപകരണങ്ങൾ, ഫർണിച്ചർ എന്നിവയ്ക്കായിട്ട് ഒരുപാട് പൈസ ചിലവാക്കും. അത് PF ലോൺ ആകാം, അല്ലെങ്കിൽ ഫർണിച്ചർ അലവൻസ് ആവാം. വട്ട് എവർ യു ഗെറ്റ്, യു വിൽ ബി സ്പെൻഡിങ് ഇറ്റ് ഫ്രീലി or without any hesitation for the purchase or acquirement of furniture and different other things. പിന്നെ കോടതിയെ സാക്ഷി പറയേണ്ടി വരും. നിങ്ങൾ എത്ര വലിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, എത്ര ചെറിയ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, കോടതിയിൽ നിങ്ങളൊരു സാക്ഷിയായിട്ടെങ്കിലും വിസ്തരിക്കപ്പെടുന്നതിനുള്ള സാധ്യത വളരെ ശക്തമാണ്. ചിലപ്പോൾ പ്രതിയുമായേക്കാം എന്നർത്ഥം. പിന്നെ പാരാഗ്ലൈഡിങ്ങിനും പർവ്വതാരോഹണത്തിനും പോകും എന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട സ്ഥാനത്തേക്ക് ട്രാൻസ്ഫർ കിട്ടാനും സാധ്യതയുണ്ട്. ഒരു പെൺകുഞ്ഞുണ്ടാകുന്ന വർഷമാണിത് എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സംഖ്യായന്ത്രം ഞാനിതിൽ കൊടുക്കുന്നുണ്ട്. അത് ചെമ്പിലോ വെള്ളിയിലോ ചെയ്യിച്ച മോതിരമായിട്ടോ പെൻഡൻ്റായിട്ടോ ധരിക്കുക, അല്ലെങ്കിൽ വെള്ളക്കടലാസിലോ കാർഡ്ബോർഡിലോ ചുവന്ന മഷിയിൽ വരച്ച് പോക്കറ്റിലോ പേഴ്സിലോ മേശയുടെ വലിപ്പിലോ വച്ചു കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിദിവ്യമായിട്ടുള്ളൊരു യക്ഷണീ മന്ത്രവും സുബ്രഹ്മണ്യ മന്ത്രവും യാത്രക്കിടയിൽ വൃദ്ധയായിട്ടുള്ള ഒരു സന്യാസിനി സദൃശ്യയായ സ്ത്രീയിൽ നിന്നും ലഭിക്കുമെന്നും കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും വടക്കോട്ടെങ്ങാനും പോകുന്ന സന്ദർഭത്തിലോ മറ്റോ ആവാം ഇങ്ങനത്തെ ഒരു യക്ഷണീ മന്ത്രവും അതേപോലെ ഒരു സുബ്രഹ്മണ്യ മന്ത്രവും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കരുതി അതിനെ ഉപാസിച്ചു കഴിഞ്ഞാൽ വളരെ മെച്ചമുണ്ടാകാനായിട്ടുള്ള സാധ്യതകളും തെളിഞ്ഞു കാണുന്നുണ്ട്. 2025 എല്ലാവർക്കും ഉള്ള അനുഭവങ്ങൾ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ജനിച്ച എല്ലാവരുടെയും അനുഭവങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ 2025 എന്ന് പറയുന്ന വർഷം എല്ലാവർക്കും ചെറിയ ദുരനുഭവങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അവയൊക്കെ തന്നെ അതിജീവിക്കാൻ പറ്റട്ടെ എന്നും അതിനേക്കാളേറെ വളരെ ഗുണകരമായ മറ്റനുഭവങ്ങൾ ഉണ്ടാകട്ടെ നിങ്ങൾക്ക് ഏവർക്കും എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നമസ്കാരം.